നിത്യമ്മേ, നിത്യമ്മേ, ചുക്ക് ഇട്ട പാല് കൊണ്ടുവന്നിട്ടുണ്ട്, മറക്കാതെ എടുത്തു കുടിച്ചേക്കണേ. ശരി കനകേച്ചി, അവിടെ വെച്ചിട്ട് പോയിക്കോ. ആ. സാറേ, സാറേ, ഇഞ്ചി ചായ കൊണ്ടുവന്നിട്ടുണ്ട്, കുടിച്ചോളൂ. കനകേ, നിത്യമോൾ എഴുന്നേറ്റോ? ഇല്ല സാറേ, പതിവ് പോലെ ഉറങ്ങാണ്. ആ, പതിവ് പോലെ നീ കൊടുത്ത പാല് ആറി തണുത്ത് കാണും. സാരമില്ല സാറേ, അവര് ചെറിയ കുഞ്ഞല്ലേ, അവർക്ക് എപ്പോ തോന്നുന്നോ അപ്പൊ എഴുന്നേറ്റോട്ടെ. അതെ, ചെറിയ കുഞ്ഞാന്ന് നീ കരുതുന്നു, പക്ഷെ വയസ്സ് 30. രാവിലെ എഴുന്നേൽക്കുന്നില്ല, ഉച്ചയ്ക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ചെറിയ കുഞ്ഞിനെ പോലെ പെരുമാറിയാൽ എങ്ങനാ? എവിടുന്നെങ്കിലും ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കാമെന്ന് വെച്ചാ അവൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലല്ലോ കനകെ. എന്ത് ചെയ്യാനാ? സാറേ, നമ്മുടെ നിത്യാമ്മയ്ക്ക് യോജിച്ച ചെറുക്കൻ എവിടെങ്കിലും ജനിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് നിത്യാമ്മയ്ക്ക് കല്യാണം നടക്കും. നിന്റെ നാവ് പൊന്നാകട്ടെ കനകെ. ഇതാ സാറേ നീ പേപ്പർ. പോയിട്ട് ടിഫിൻ എടുത്തു. ആ ശരി സാറേ. ആ, നിത്യാമ്മേ, പാല് ഇതുവരെ കുടിച്ചില്ലല്ലോ. ആറുന്നേ, ഒന്ന് വേഗം എണീറ്റ് കുടിക്കൂ. ഓക്കെ കനകേച്ചി, ഞാൻ എടുത്ത് കുടിച്ചോളാം. പൊയ്ക്കോ. പെട്ടെന്ന് കുടിക്കണേ. എന്താ ടിഫിൻ ഇന്ന്? ഇഡ്ഡലി, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ, ഒപ്പം തേങ്ങാ ചമ്മന്തി ഉണ്ട്. ഓക്കെ, കുറച്ച് മതിയേ? മതി. സൂപ്പർ കനകേച്ചി. ഡാഡി എവിടെ? നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴും ബെഡ്റൂമിലാ ഉള്ളത്. കയ്യിലുള്ള ഇംഗ്ലീഷ് പേപ്പർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലേ താഴത്തേക്ക് വരുള്ളൂ. കറക്റ്റാ.
നിറയെ കഴിക്കണേ. ആ ഉം. ദാ വന്നല്ലോ. ഇരിക്കൂ. ഹായ് നിത്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛാ. അടിപൊളിയായിരിക്കുന്നു. അങ്ങനെയോ? അച്ഛനൊന്ന് കഴിച്ചു നോക്ക്. കഴിച്ചിട്ട് നോക്കാം. ഉം. കനകയുടെ പാചകത്തെ പറ്റി പറയണോ? നീ കഴിച്ചോ കനകെ? ഇല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ഉം. കുറച്ചുകൂടെ സാമ്പാർ ഒഴിക്കട്ടെ മോളെ? ആഹാ, എനിക്കിത് മതി. വാ മോളെ. അച്ഛാ, ഉം. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു 25K ആവശ്യമുണ്ട്. ഒന്ന് അയച്ചേ. എന്തിനാ മോളെ 25,000 രൂപ? ഇന്നലെയല്ലേ 10,000 വാങ്ങിയിട്ട് പോയത്? അച്ഛാ, അത് ഇന്നലത്തെ പാർട്ടിക്കുള്ളതാ. അത് അപ്പൊ തന്നെ ഞാൻ ചെലവാക്കി കഴിഞ്ഞു. ശരി, പക്ഷെ ഇപ്പൊ എന്തിനാ 25,000 രൂപ? എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവക്ക് നെക്സ്റ്റ് മന്ത് മാരേജാ. ആ, സോ നല്ലൊരു ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യണം. അതിനു വേണ്ടിയാ. ഒന്ന് അയച്ചേക്കണേ. ശരി. 25,000 രൂപ ഗിഫ്റ്റ് കൊടുക്കാനും മാത്രം ആ ഫ്രണ്ട് അത്രയ്ക്ക് പ്രധാനിയാണ്? അതെ അച്ഛാ, ഷീസ് മൈ ക്ലോസ് ഫ്രണ്ട്. ഇതാ നോക്ക് മോളെ, നീ മാസം മാസം മറ്റുള്ളവരുടെ കല്യാണത്തിനൊക്കെ പോയി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു. പക്ഷേ നിനക്ക് ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. അതിന് മാത്രം നീ വായ തുറക്കുന്നില്ലല്ലോ മോളെ. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ കൊഞ്ചണമെന്ന് ഈ അച്ഛന് ആഗ്രഹമുണ്ടാവില്ലേ മോളെ? അച്ഛാ, വീണ്ടും തുടങ്ങിയോ കല്യാണത്തിന്റെ കാര്യം പറയാൻ? ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ എനിക്ക് തോന്നുമ്പോ ഞാൻ കല്യാണം കഴിച്ചോളാന്ന്. വീണ്ടും വീണ്ടും എന്തിനാ അതന്നെ പറയുന്നേ? ഇതാ നോക്കച്ചാ, എനിക്ക് കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കുന്നത് ഒട്ടും സെറ്റാവില്ല. അങ്ങനെയോ? ശരി, നീ എവിടെയും പോകണ്ട. ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു ഭർത്താവിനെ നമുക്ക് കണ്ടെത്താം. അപ്പോൾ നിനക്ക് സന്തോഷമായി ജീവിക്കാമല്ലോ. എന്റെ അച്ഛാ, ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു തന്നെ അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടിയാ. എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ല. എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനാ ഇഷ്ടം. ദാ നോക്ക്, നീ ഇൻഡിപെൻഡന്റ് ആയിട്ടിരുന്നോ, പക്ഷെ കല്യാണം കഴിച്ച് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിരുന്നോ? അതൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ചോദിച്ച കാര്യം എന്തായി? ആ, പൊയ്ക്കോ, ഞാൻ GPay ചെയ്തോളാം. അതാണ് എന്റെ അച്ഛൻ. താങ്ക് യു, ബൈ. ഉം. ഇതാ സാറേ, ആ. ഗുളിക കഴിക്കൂ. ഉം. ഇതാ വെള്ളം. അ- ഇതാ, ഇതും കൂടി കഴിച്ചോളൂ. ഉം. വെള്ളം കുടിക്കൂ. കനകേച്ചി, ആരാ നോക്ക്. ഹായ് ഡോക്ടർ. Hi Nitya, how are you? ഫൈൻ, പ്ലീസ് കം. അതെ ഡോക്ടർ, ആ? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം നോർമൽ അല്ലേ? പ്രോബ്ലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കഴിവതും വേഗം ക്യൂർ ആക്കാൻ ശ്രമിക്കാം. ശരി, ഞാൻ ചെന്ന് അച്ഛനെ കാണട്ടെ. ഓക്കെ ഡോക്ടർ, ക്യാരി ഓൺ. അല്ല, കനക എവിടെ? അച്ഛനെ മരുന്ന് കൊടുത്തോണ്ടിരിക്കായിരിക്കും. എന്നാ ഞാൻ ചെന്ന് ഉം. കാണട്ടെ. എന്നാ ശരി, സാറ് റെസ്റ്റ് ആ. എടുക്കൂ. ഞാൻ പോയി പാചകപ്പണി നോക്കട്ടെ. വിശ്വനാഥൻ സർ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? സാറേ, ഡോക്ടർ വന്നിട്ടുണ്ട്.
എന്താ വിശ്വനാഥൻ സർ, ടാബ്ലറ്റ്സ് ഒക്കെ സമയത്തിന് കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കനക സമയത്തിന് തന്നെ എടുത്തു തരുന്നുണ്ട് മാഡം. ശരി സാറേ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ അടുക്കളപ്പണി നോക്കട്ടെ. അങ്ങനെ ആട്ടെ. ഉം. പിന്നെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ പറയേണ്ടത് നിങ്ങളല്ലേ ദാ, ഡോക്ടർ. ഇപ്പൊ തന്നെ നോക്കിക്കളെ. ഉം. കൈയൊന്ന് കാണിച്ച്. ഉം. ശ്വാസം നന്നായി വലിച്ചുവിട്. ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ശരി ഡോക്ടർ. എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ തരുന്ന മെഡിസിൻസ് ഒക്കെ സമയത്ത് കൃത്യമായി ശരി കഴിക്കണം. ഡോക്ടർ. കുറച്ച് ദിവസത്തിനകം എല്ലാം ശരിയായിക്കോളും. ഡോക്ടർ, പേടിക്കാനും മാത്രമൊന്നുമില്ലല്ലോ ഡോക്ടർ. പേടിക്കാനും മാത്രം ഒന്നുമില്ല. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും സ്മോക്കിംഗ് മാത്രം നിങ്ങൾ വിട്ടതേയില്ല. ഇപ്പൊ പ്രോബ്ലം വന്നപ്പോ വിട്ടില്ലേ? അത് വളരെ ശരിയാ ഡോക്ടർ. ഇപ്പോഴും ഞാൻ ജീവൻ നിലനിർത്തുന്നത് തന്നെ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാ. വിഷമിക്കേണ്ട സാറേ, എത്രയും പെട്ടെന്ന് നിത്യ നിങ്ങളെ മനസ്സിലാക്കിക്കോളും. ഉം. പിന്നെ ഞാൻ എഴുതിത്തരുന്ന മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? അതൊക്കെ ഉണ്ട് ഡോക്ടർ. അതെല്ലാം സമയത്ത് തന്നെ കഴിക്കുന്നുണ്ട്. ഗുഡ്. ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കഴിവതും ഓപ്പറേഷൻ ഇല്ലാതെ ഇതുപോലെ തന്നെ മെഡിസിൻസിൽ ക്യൂർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ ഡോക്ടർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമ്പനിക്കൊക്കെ പോയി എന്റെ ജോലിയൊക്കെ നോക്കാൻ പറ്റുമോ? നോ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ എങ്ങോട്ടും പോവാൻ പാടില്ല. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് നിത്യയോട് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞൂടെ? ആക്ച്വലി അവളല്ലേ അടുത്ത ഓണർ. അതൊക്കെ കറക്റ്റ് തന്നെയാ. പക്ഷേ അതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് ഈ ഓഫീസ്, കമ്പനി, വർക്ക് ഒന്നിലും തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഡോക്ടർ. ഒരച്ഛനായ ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ അതിന് കൂട്ടാക്കുന്നില്ല ഡോക്ടർ. അങ്ങനെ ഇരിക്കുമ്പോ ഇതെല്ലാം എങ്ങനെ നടക്കാനാ? ചിലപ്പോ നിത്യ വല്ലവരും സ്നേഹിക്കുന്നുണ്ടോ എന്തോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ഞാൻ അതിലും സന്തോഷപ്പെട്ടേനെ. എനിക്ക് കല്യാണമേ വേണ്ടെന്നാ പറയുന്നത്. അത് തന്നെയാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ശരി, വിഷമിക്കണ്ട സർ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാ. അവരെ ഫോഴ്സ് ചെയ്യാനൊന്നും പാടില്ല. എന്നെങ്കിലും ഒരിക്കലും അവര് തന്നെ എല്ലാം മനസ്സിലാക്കിക്കോളും. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. പക്ഷെ അവൾക്ക് ഇപ്പൊ തന്നെ 30 വയസ്സായി. എന്റെ ഹെൽത്തും ശരിയല്ല. ഇനി അവൾ കല്യാണം എങ്ങനെ ഡിലേ ചെയ്തുകൊണ്ട് പോയാ ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ? ഇനി എങ്ങാനും ഞാൻ മരിച്ചാ അവൾ തനിച്ച് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? സർ, ആവശ്യമില്ലാതെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് വിട്. ഞാൻ നിത്യയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. പിന്നെ ഓഫീസിലേക്ക് പോകണം, കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണം. ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനേ പാടില്ല. ഫാക്ടറിയിലേക്ക് പോയാൽ പൊല്യൂഷൻ കാരണം ലങ്സ് കൂടുതൽ ബാധിക്കപ്പെടും സർ. അത് ജീവന് തന്നെ ആപത്തായി തീരും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ മാസ്ക്, സേഫ്റ്റി ഡ്രസ് ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഡോക്ടർ? നോ വേ. ദയവേത് മനസ്സിലാക്കണം സർ. ഇന്നത്തെ കാലത്ത് എല്ലാ കമ്പനി ഓണേഴ്സും ഓൺലൈനിൽ കൂടെ തന്നെ പ്രോഗ്രാം നോക്കുക. അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ? ശരി ഡോക്ടർ. ശരി, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പോയിട്ട് പിന്നെ വരാം. സാറേ, ഭക്ഷണം റെഡിയായിരിക്കുന്നു, കഴിക്കാൻ വരൂ. സാറേ, ഞാൻ ഇത്രയും വിളിച്ചിട്ടും അനങ്ങാതിരിക്കുന്നത്? നല്ല കാലം, ഞാൻ പേടിച്ചു പോയി. കഴിക്കാൻ വരുമെന്നേ? ഇല്ല കനകെ, എനിക്ക് വിശപ്പില്ല. എന്താണെന്ന് അറിയുന്നില്ല. ഈയിടെയായിട്ട് എനിക്ക് വിശപ്പേ വരുന്നില്ല. സാറേ, അസുഖം ഇപ്പോഴല്ലേ കുറേശ്ശെയായി ഭേദമായി വരുന്ന. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കാനൊന്നും പാടില്ല. ദിവസവും ഗുളികകളാണെങ്കിൽ ഒരുപാടുണ്ട്. വരൂന്നേ, കഴിക്കാൻ വരൂ. ഇല്ല, വേണ്ട.
എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല. ഞാനൊക്കെ എന്തിനാ ജീവിക്കുന്നത് തന്നെ എനിക്ക് വിഷമമായിരിക്കുക. സാറേ, എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ സാറിന് പറ്റിയേ? അല്ലാതെ ഞാൻ എന്തു പറയാനാ കനകെ? ഞാൻ ആശിച്ച് വളർത്തിയ പെണ്ണ. ചെറുപ്രായത്തിൽ തന്നെ അമ്മയും മരിച്ചു. ഞാൻ എത്ര ലാളിച്ച് അവളെ വളർത്തിയെന്നറിയോ? ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു കമ്പനി നന്നായി വളർത്തിയെടുത്ത് ഇത്രയും നല്ല നിലയിൽ ഞാൻ കൊണ്ടുവന്നില്ലേ? എന്റെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും മനസ്സമാധാനം മാത്രമില്ല. നിത്യമോളോട് കല്യാണക്കാര്യം പറഞ്ഞ ഞാൻ പറയുന്നത് അവൾ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. സാറേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെ ഓർത്ത് സാറിങ്ങനെ കഴിക്കാതിരുന്ന സാറിന് എന്തെങ്കിലും പറ്റിയാലോ? അതിനുശേഷം അവർക്ക് വേറെ ആരാ ഉണ്ടാവുക? നിത്യാമ്മയുടെ കല്യാണം നടക്കാൻ ഞാനൊരു ഉപായം പറയട്ടെ. അങ്ങനെയോ? എന്ത് ഐഡിയ നീ പറയാൻ പോകുന്നത്? അത് വേറൊന്നുമല്ല. നിത്യമ്മയ്ക്ക് ചെലവിനുള്ള പണം സാറല്ലേ കൊടുക്കുന്നത്? അവര് എപ്പ കാശ് ചോദിച്ചാലും സാറല്ലേ കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സാറല്ലേ വാങ്ങിക്കൊടുക്കുന്നത്? അതെ, അതിന്. എന്നാൽ ഇനി അവര് വന്ന് പണം ചോദിക്കുമ്പോ സാറ് തരാൻ പറ്റില്ലെന്നും നീ കല്യാണം കഴിച്ച ഒരു കുടുംബമായി ജീവിച്ചാലേ ഞാൻ എന്റെ സ്വത്തുക്കളൊക്കെ നിനക്ക് തരുകയുള്ളൂന്ന് പറയൂ. അങ്ങനെയോ? അങ്ങനെ പറഞ്ഞ ഇതിന്റെ പേരിൽ അവൾ കല്യാണത്തിന് ഓക്കെ എന്ന് പറയൂ? സാറേ, എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായും ഓക്കെ പറയും. ഓരോ കാര്യത്തിനും ഇങ്ങനെ കൈനീട്ടുന്നതിനു പകരം നമുക്കൊരു കുടുംബം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ നോക്കാമെന്ന് വിചാരിച്ച് തീർച്ചയായും അവർ ഓക്കെ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇതും നല്ലൊരു ഐഡിയ. നിത്യമോൾ എഴുന്നേറ്റോ? ഇല്ല, ഇപ്പോഴും ഉറങ്ങാണ്. സാർ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ആലോചിക്കേണ്ട. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, വന്ന് കഴിക്കൂ. ഇതുവരെ പാല് കുടിച്ചില്ലേ നിത്യാമ്മേ? എനിക്കത് വേണ്ട കനകേച്ചി, ഒന്ന് എടുത്തോണ്ട് പോ. നിത്യാമ്മേ, സമയായി. എവിടെയോ പുറത്തു പോകണമെന്ന് പറഞ്ഞൂന്ന് സാർ എന്നോട് പറഞ്ഞു. അയ്യോ, ശരിയാണല്ലോ. ആ, സമയത്രായി. അയ്യോ, സമയമായല്ലോ. എനിക്ക് ഫംഗ്ഷന് പോവാനുണ്ട്. നിത്യാമ്മേ, ആദ്യം പാല് കുടിച്ചിട്ട് കുളിച്ചിട്ട് വരൂ. ഞാൻ പോയി ടിഫിൻ എടുത്തു വെക്കാം. നോ വേ കനകേച്ചി, എനിക്ക് അതിനൊന്നും സമയമല്ല. എനിക്ക് പോണം. ഞാനൊരു കാര്യം പറയട്ടെ. സാർ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് അതെന്താന്നൊന്ന് ചോദിച്ചിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെയല്ലേ ഉള്ളേ. മാരേജ് ഫംഗ്ഷന് പോയിട്ട് സംസാരിക്കാം. മാറിക്ക മോളെ. സാറേ. എന്താ കനകെ? നിത്യയോട് സംസാരിച്ചോ? എന്തു പറഞ്ഞു അവള്? സാറേ, ഞാൻ നിത്യാമ്മയോട് സംസാരിച്ചു. എന്തോ അർജന്റായി കല്യാണത്തിന് പോവാത്രേ. അതുകൊണ്ട് സാറിനോട് പിന്നെ വന്ന് സംസാരിക്കാന്നാ പറഞ്ഞ്. ശരി, വിട്ടേക്ക്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. എന്തു ചെയ്യാനാ? അവളുടെ ഫ്രണ്ട്സ് നാട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുക. പക്ഷേ അവളുടെ അച്ഛനായി എനിക്ക് കല്യാണത്തിന് സമ്മതം എന്നുള്ള ഒരു ഗിഫ്റ്റ് തന്നുകൂടെ അവക്ക്? സാറേ, സാർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സാറൊന്ന് സംസാരിച്ചു നോക്ക്. തീർച്ചയായും നിത്യാമ്മ വഴിക്ക് വരും. അതിനുശേഷം സാറിന് ഈ നാടിന് തന്നെ ഗിഫ്റ്റ് കൊടുക്കാം. ഓ കനകെ, എന്റെ മനസ്സ്, ആരോഗ്യം ഇത് രണ്ടും നശിച്ചു പോയത് എന്റെ മകളെ ഓർത്തിട്ട് തന്നെയാ. നിനക്കറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ. ശരി, എല്ലാം മാറുമെന്ന് നമുക്ക് വിചാരിക്കാം. നോക്കാം. സാറേ, തീർച്ചയായും മാറും സാറേ. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മുടെ ഡോക്ടർ സാറിന്റെ അസുഖം ഭേദമായെന്ന് എത്രയും പെട്ടെന്ന് പറയും. ശരി, സാർ ഇവിടെ ഇരിക്കൂ. ഞാൻ പോയി ഭക്ഷണം എടുത്തോണ്ട് വരാം. കനകേച്ചി. നിത്യാമ്മേ, അയ്യോ എന്തു ഭംഗിയാ കാണാൻ. നിത്യാമ്മേ,
ഉം. അയ്യോ, ഞാൻ തന്നെ കണ്ണുവെക്കുന്നു തോന്നുന്നു. അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇതേപോലെ നിങ്ങൾ എനിക്ക് കല്യാണ കോലത്തിലും കാണാൻ ആഗ്രഹമുണ്ട്. God, അപ്പോഴേക്കും തുടങ്ങിയോ? എന്നെ വീട്ടിൽ നിന്ന് പായിപ്പിക്കാൻ തന്നെയാ നിങ്ങൾ ശ്രമിക്കുന്നത്. അച്ഛനേക്കാളും നിങ്ങളാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞുവിടാൻ അത്രയ്ക്ക് കൊതിക്കുന്നത്. എന്താ മോളെ ചെയ്യാ? എന്റെ മോക്ക് മോളുടെ വയസ്സാ ഉള്ളത്. അവക്കിപ്പോ 2 കുട്ടികളുണ്ട്. ഞാനും നിങ്ങളെ എന്റെ മോളെ പോലെയല്ലേ കരുതുന്ന. മതി മതി, നിങ്ങളുടെ കഥ കേട്ടോണ്ടിരിക്കാൻ എനിക്കിപ്പോ സമയമല്ല. എനിക്ക് പോണം. അവിടെ എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ശരി, ഞാൻ ഇറങ്ങട്ടെ. അച്ഛന് സമയത്തിന് മരുന്നൊക്കെ കൊടുത്തോളണേ, കേട്ടല്ലോ? ശരി മോളെ. ബൈ. ഉം. നിത്യാമ്മേ, എന്താ കനകേച്ചി? നിങ്ങൾ തിരിച്ചു വരുമ്പോ ദൃഷ്ടി ചുറ്റിയിടാം. ഒന്ന് പോയേ കനകേച്ചി. സുന്ദരി കുട്ടി. വരൂ ഡോക്ടറെ, വരൂ. സുഖായിരിക്കുന്നു. ആ, കുഴപ്പമില്ല, വരൂ. വരൂ ഡോക്ടർ. ഉം. വരൂ ഡോക്ടർ. ഇന്നലെ രാത്രി 2-3 പ്രാവശ്യം നെഞ്ചു വേദനിക്കുന്നു പറഞ്ഞായിരുന്നു. ഓ ഐ സി. കൈയൊന്ന് കാണിച്ച്. ആ കണ്ണടി ഒന്ന് അഴിച്ചു മാറ്റിക്കേ. ആ. മേലോട്ട് നോക്കിയേ. ശ്വാസം നന്നായിട്ട് വലിച്ച്. തിരിഞ്ഞ് നോക്കട്ടെ. ഇപ്പൊ എല്ലാം നോർമലായിട്ട് തന്നെയാ ഉള്ളത്. ഇപ്പോ ശ്വാസതടസ്സമൊന്നുമില്ലല്ലോ സർ? നെഞ്ചടയ്ക്കുന്നൊന്നുമില്ലല്ലോ? ആഹാ, അതൊന്നുമില്ല ഡോക്ടർ. ഉം. ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ഉം. ഇന്നലെ രാത്രി എന്താണെന്നറിയില്ല, ഒരുപാട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഉം. ഉം. ശരി, ഞാൻ തരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ആ ശരി ഡോക്ടർ. ആ പിന്നെ എൻ്റെ കമ്പനിയിൽ ആഴ്ചയിൽ 2 ദിവസം എനിക്ക് വർക്കൊക്കെ നോക്കി നടത്താൻ പറ്റുമോ ഡോക്ടർ? നോ ചാൻസ്. തൽക്കാലം അത് മറന്നേക്ക്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും മാസ്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ളപ്പോ കമ്പനിയിൽ പോയി എങ്ങനെ വർക്ക് ചെയ്യാനാ? ഇല്ല ഡോക്ടർ, അത് പിന്നെ നിങ്ങൾ ഇനി ഒന്നും പറയണ്ട സർ. ഇപ്പോഴാണ് BP ലെവൽ, ഷുഗർ ലെവൽ എല്ലാം കൃത്യമായത്. വീസിങ്ങും ഇപ്പൊ കുറഞ്ഞോണ്ടിരിക്കല്ലേ. സ്മോക്കിംഗ് എത്ര ഡേഞ്ചറസ് ആണെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാനാ ഡോക്ടർ? ദേ നോക്കൂ സർ, ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുക, വിഷമിക്കുക, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാ നല്ലത്. എങ്കിലേ അസുഖം പെട്ടെന്ന് ഭേദാവൂ. ഈ മനുഷ്യർക്ക് സ്ട്രെസ്, ദേഷ്യം, തിങ്കിങ് ഇതൊക്കെ കൊണ്ടാണ് രോഗം വരുന്നത്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ, പക്ഷെ സാർ കേൾക്കുന്നേയില്ല. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടേയിരിക്കുക. നിത്യാമ്മയെ ഓർത്താണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വിഷമം. ശരി, ആരോഗ്യം ശ്രദ്ധിക്കണം സർ. ശരി കനക, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരൂ. ഞാൻ ചില ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തരാം, അത് കൊടുത്താൽ മതി. ശരി മാഡം. ഞാൻ ഇറങ്ങട്ടെ സർ. ഞാനിപ്പോ പിന്നെ വരാം. ആ നിത്യാമ്മേ, ഉം? രാവിലെ കല്യാണത്തിന് പോയിരുന്നില്ലേ? കല്യാണമൊക്കെ നന്നായിരുന്നോ? ആ, അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു ചേച്ചി. ശരി മോളെ, കുടിക്കാൻ പാലോ ചായയോ വല്ലതും കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ശരി മോളെ. പിന്നെ രാവിലെ അച്ഛൻ എന്നോട് എന്തോ സംസാരിക്കണമെന്ന് ആ പറഞ്ഞില്ലായിരുന്നോ? അതെ. ശരി, ഞാൻ പോയി സംസാരിക്കട്ടെ. ശരി. ഉം. ഉം. ഞാൻ പറഞ്ഞ പോലെ സാർ ഇവരോട് സംസാരിച്ച് നിത്യാമ്മ കല്യാണത്തിന് സമ്മതിച്ചാ മതിയായിരുന്നു. ഗുരുവായൂരപ്പാ, എല്ലാം നന്നായി നടന്നാ മതിയായിരുന്നു. അച്ഛാ, എന്നോട് എന്തോ കാര്യമായിട്ട് പറയണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ഒന്നും പറയാണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? ആ കല്യാണത്തിന് പോയിരുന്നു മോളെ. കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നോ? അതൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അച്ഛാ. അച്ഛൻ എന്തോ പറയണമെന്നല്ല പറഞ്ഞത്, അതാദ്യം പറ. ഉം.
അച്ഛൻ എന്താ ഈ ആലോചിക്കുന്നേ? എന്താണെങ്കിലും തുറന്ന് പറ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ശരി മോളെ, നിനക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നീ പോയി കിടന്നോ, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും സംസാരിക്കാനുള്ളതാണല്ലോ, ഇപ്പൊ തന്നെ പറയൂ. അത് പിന്നെ എന്റെ സ്വത്തൊക്കെ നിന്റെ പേരിൽ മാറ്റാമെന്ന് വിചാരിക്കും. എന്താ അച്ഛാ ഈ പറയുന്നേ? എന്താ പെട്ടെന്ന്? അതെ മോളെ, എനിക്ക് വയസ്സായിക്കൊണ്ട് വരികയാ. ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഉം. എന്ത് സംഭവിക്കുന്ന അറിയില്ല. ഡോക്ടർ ദിവസം പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് മോശമായ എന്റെ കാര്യം. അച്ഛാ, അച്ഛനെ പെട്ടെന്ന് ക്യൂർ ആകുന്ന ഡോക്ടർ പറഞ്ഞിരുന്നല്ലേ? അവരെഴുതി തന്ന മരുന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് കഴിക്ക്. അച്ഛൻ വേണമെങ്കിൽ നോക്കിക്കോ. വീണ്ടും ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് എല്ലാ ജോലികളും അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യും. എന്റെ ഒരു കാര്യം. എന്താ അച്ഛാ ഇങ്ങനെ ചിരിക്കുന്നത്? എന്തു പറ്റി? എല്ലാ അച്ഛന്മാരും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചയച്ച് പേരക്കുട്ടികളെയൊക്കെ നോക്കി സന്തോഷത്തോടെ മരിക്കുന്നു. പക്ഷെ എന്നെ നോക്ക്. എന്റെ അച്ഛാ, വീണ്ടും ഇങ്ങനെ തുടങ്ങല്ലേ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ അത് മാത്രം പറ. അതേ മോളെ, എന്റെ സ്വത്ത്, എന്റെ കമ്പനി എല്ലാം എന്റെ പേരിൽ മാറ്റാമെന്ന് വിചാരിക്കുക. ഉടനെ നമ്മുടെ അഡ്വക്കേറ്റിനെ വിളിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ആഹാ, ഞാൻ തന്നെ ചോദിക്കണമെന്ന് കരുതിയിരുന്നതാ. അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് ഫേവറായിട്ടാണല്ലോ നടക്കുന്നത്. നടക്കട്ടെ. ശരി അച്ഛാ, എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ. അച്ഛന് തോന്നുന്നത് തന്നെ ചെയ്തോ. സ്വത്ത് എന്റെ പേരിൽ തന്നെ എഴുതി വെച്ചോ. ശരി മോളെ, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ഉണ്ടാക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ അച്ഛൻ നിന്റെ കയ്യിൽ നിന്നും ഒരേ ഒരു കാര്യമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്റെ അടുത്തുനിന്നോ? എന്താ അച്ഛാ? എന്റെ സമ്മതം മാത്രം വേണം. ഞാനത് പറഞ്ഞതല്ലേ, എല്ലാ അച്ഛന്റെ ഇഷ്ടം എന്റെ പേരിലേക്ക് തന്നെ മാറ്റിക്കോന്ന്. അതല്ല, നീ കല്യാണം കഴിക്കാമെന്ന് വാക്കുതാ. എന്റെ സ്വത്ത് മുഴുവൻ നിന്റെ പേരിലാക്കി തരാം. അച്ഛാ, അതൊന്നും എനിക്ക് സെറ്റാവില്ല അച്ഛാ. ഈ കല്യാണം കഴിച്ച മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കുന്നത് എനിക്ക് ഒരിക്കലും സെറ്റാവില്ല. എനിക്ക് ഇങ്ങനെ നിൽക്കുന്നതാ ഇഷ്ടം. പ്ലീസ് എന്നെ ഫോഴ്സ് ചെയ്യരുത്. ശരി മോളെ, പറ്റില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷേ നിന്റെ അമ്മ വലിയൊരു സ്വപ്നമാ കണ്ടത്. നിനക്ക് നല്ലൊരു വരനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണം. നാട് മുഴുവൻ വലിയ ആഘോഷമായി കൊണ്ടാടണം. പേരക്കുട്ടികളെ അങ്ങനെ വളർത്തണം, ഇങ്ങനെ വളർത്തണം എന്നൊക്കെ സ്വപ്നം കണ്ടു. അവളുടെ സ്വപ്നം വെറും സ്വപ്നമായി തന്നെ മാറി. വിട്ടേക്ക്. പക്ഷേ നീ ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ സ്വത്ത് മുഴുവൻ വല്ല അനാഥാലയത്തിലേക്കോ വേറെ വല്ലയിടത്തേക്കോ ഞാൻ എഴുതി വെക്കും. അയ്യോ, നീ എന്നോട് ഒന്നും ചോദിക്കണ്ട. അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ അത്രയ്ക്ക് ഓമനച്ച് വളർത്തി പഠിപ്പിച്ച് ഇത്രയും വലിയ നിലയ്ക്ക് കൊണ്ടുവന്ന് മറ്റൊരു കുഞ്ഞുണ്ടായ ആ സ്നേഹം പങ്കുവെക്കേണ്ടി വരുമെന്നും പറഞ്ഞ് എല്ലാം എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് വേറെ ആർക്കോ കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ? അതൊക്കെ ശരിയാ. നീ ജനിച്ചതിൽ പിന്നെ എന്റെ ജീവിതത്തിൽ കമ്പനി, വീട്, സ്വത്ത്, പദവി എല്ലാം വന്നു ചേർന്നത്. ഞാനും എന്റെ അമ്മയും നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ സന്തോഷത്തെ പോലും ഞങ്ങൾ കളഞ്ഞു കുളിച്ചു. പക്ഷെ നിന്നെ കൊണ്ട് ഞങ്ങളെ സന്തോഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ മോളെ. അച്ഛാ, എന്നെ കൊണ്ട് കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? നോക്ക് മോളെ, നീ ഒരു ചെറിയ കുട്ടിയല്ല. ഇതാണ് എന്റെ തീരുമാനം. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം മോളെ. ഞാനൊരു പ്ലാൻ ചെയ്തപ്പോൾ അച്ഛൻ വേറൊരു പ്ലാനായിട്ട് വന്നിരിക്കുന്നു. എന്റെ പേരിലേക്ക് എഴുതി വെക്കാണ്ട് മരിച്ചു പോയാൽ പോലും അത് അച്ഛന്റെ സ്വത്താണെന്ന് പറഞ്ഞ് എനിക്ക് വാങ്ങിക്കാം. പക്ഷെ അച്ഛനാണെങ്കിൽ വേറെ ആർക്കോ കൊടുക്കാൻ പോവാണെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ മോളെ ആലോചിക്കുന്നത്? എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല അച്ഛാ. എന്താ മോളെ ഇത്? നീ ആരെയും ഇതുവരെ പ്രണയിച്ചിട്ടില്ലെന്നും പറഞ്ഞു. കല്യാണം കഴിക്കുന്നോന്ന് ചോദിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെയാ ഇപ്പോ ഞാനും ഇല്ല എന്ന് പറയുന്നത്. കാശില്ലാണ്ട് ഈ ലോകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അയ്യോ, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ഞാൻ എങ്ങനെയെങ്കിലും ഇത് മാനേജ് ചെയ്തേ പറ്റൂ. ശരി അച്ഛാ, ഞാൻ കല്യാണമല്ല കഴിക്കണ്ടേ? ഞാൻ സമ്മതിക്കാം. പക്ഷെ ഒരു കാര്യം, എന്റെ താല്പര്യപ്രകാരം ഞാൻ കല്യാണം കഴിക്കും. ഓക്കെ ആണോ? ശരി, സന്തോഷം തന്നെ മോളെ. നീ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യം. ശരി അച്ഛാ. ആ, കൊള്ളാമല്ലോ. കനക പറഞ്ഞ ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഇവള് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. മരിക്കണതിന് മുമ്പ് പേരക്കുട്ടികളോടൊന്ന് സന്തോഷിച്ച് ജീവിക്കണം.
ശ്ശെ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാളഞ്ഞ്? ഓരോ തവണയും കാശിന് വേണ്ടി ഇദ്ദേഹത്തിന് മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നത് എത്ര നാണക്കേടുള്ള കാര്യം. സ്വത്തൊക്കെ എന്റെ പേരിലേക്ക് മാറ്റിയിട്ട് അത് അനുഭവിക്കാന്ന് വിചാരിച്ചപ്പോ ഇതിപ്പോ എന്തൊരു ട്വിസ്റ്റായി വെച്ചേക്കുന്നേ. എന്തപ്പ ചെയ്യാ? കല്യാണം കഴിക്കാന്ന് പറയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അച്ഛൻ പറയുന്നത് പോലെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉറപ്പായും അച്ഛൻ പറയുന്ന പോലെ തന്നെ ചെയ്യും. നീ വിട്ടുകൊടുക്കരുത് നിത്യ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കോടിക്കണക്കിനാ സ്വത്തുള്ളത്. ഇത് നീ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് ഉറപ്പായി ചെയ്തേ പറ്റൂ. ഉം. ഹലോ പറയടി. ഹലോ രേവതി, എന്താണ് ചെയ്യുന്നത്? ചുമ്മാ കിടക്കുമായിരുന്നു. നീ എന്താ ഈ സമയത്ത് എന്നെ കോൾ ചെയ്തത്? അതേടി, എന്റെ മനസ്സിന് തീരെ സുഖമില്ല, ഒരു സമാധാനവും ഇല്ല. അതും ശരിയാ, കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ എങ്ങനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ ഓ, പറ്റും? നീ എന്ത് മണ്ടത്തിലാ ഈ വിളിച്ചു പറയുന്നേ? എന്റെ പ്രശ്നം തന്നെ ആ സ്വത്തിന്റെ പേരിലാ. എന്താടി പറയുന്നേ? അതേടി, എന്റെ അച്ഛൻ പെട്ടെന്ന് ശോ, എല്ലാം എന്റെ തലയിലെഴുത്ത്. ഏയ്, നീ പറയുന്നത് വെച്ച് നോക്കുമ്പോ നിന്റെ അച്ഛൻ നിനക്ക് സ്വത്ത് എഴുതി വെച്ച് തരത്തില്ലെന്ന് തോന്നല്ലോ. അതേടി, അതുകൊണ്ടാ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയും കിട്ടാത്ത. കാശില്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ? അതെ അതെ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. എടി, ഇപ്പൊ അതാണോ വലുത്? ഇതിനെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പറ. ഹലോ എടി, നീ ലൈനിലുണ്ടോ ഇല്ലയോ? നീ എന്താടി ഒന്നും മിണ്ടാത്തേ? പക്ഷെ ഒന്ന് നിക്കടി, ഐഡിയ എല്ലാം പെട്ടെന്ന് വരുവോ? ശരി, നാളെ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വാ, നമുക്ക് സംസാരിക്കാം കേട്ടോ? ശരി. ശരി, ഞാൻ വെക്കുവാ. ബൈ. ഹായ് ഡി. ഹായ്. എന്താടി, എന്തിനാ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞേ? എന്താ ഐഡിയ? ഒരു ഐഡിയ ഉണ്ട്. നീ ഓക്കെ പറയുവാണെങ്കിൽ എല്ലാ സ്വത്തും നിന്റെ കയ്യിൽ വരും. ബിൽഡപ്പ് കാണിച്ചതൊക്കെ മതി, എനിക്ക് എന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. നീ അതിനുള്ള ഐഡിയ പറ. എന്താ ഐഡിയ എന്ന് വെച്ചാ, നീ ഒരു നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചോ. അപ്പൊ എല്ലാ സ്വത്തും ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ കയ്യിൽ തന്നെ വരും. എടി പ്രാന്തി മരമണ്ടി, ഉം. എനിക്ക് കല്യാണം വേണ്ടതല്ലേ ഈ പറയുന്നേ? ഈ ഐഡിയ പറയാനാണ് ഇത്രയ്ക്ക് ബിൽഡപ്പ് കാണിച്ചേ? ഞാൻ പറയുന്ന ആദ്യമേ സമാധാനത്തോടെ കേക്ക്. അത് കഴിഞ്ഞാൽ നീ തന്നെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. നീ കൺഫ്യൂസ് ചെയ്യാണ്ട് തെളിച്ച് പറഞ്ഞേ. നിന്റെ അച്ഛൻ പറയുന്ന പോലെ നീ കല്യാണം കഴിക്കാൻ തന്നെ പോവാ. പക്ഷെ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കൂട്ട് കല്യാണം കഴിക്കാൻ പോവാ. എന്ത്? ഞങ്ങള് മാത്രം അറിയുന്ന പോലെയോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നോക്കടി, നിന്റെ അച്ഛൻ ഓൾറെഡി വയ്യാതിരിക്കുവോ. എപ്പോ വേണമെങ്കിലും ജീവൻ പോവാ. അതിനുള്ളിൽ സ്വത്തെല്ലാം നിന്റെ പേര് വരണല്ലേ. അതിനുള്ളിൽ തന്നെ ഒരു ഫേക്ക് ആയിട്ട് കല്യാണം കഴിച്ചോ. എടി, അങ്ങനെ ഇപ്പൊ ആരാ ഫേക്ക് ആയിട്ട് കല്യാണം കഴിക്കാൻ തയ്യാറാവുക? എടി, നീ ഏത് ലോകത്തിലാ ഉള്ളത്? കാശ് കൊടുത്താ എല്ലാ ജോലിക്കും ആളെ ഞാൻ കിട്ടും. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒന്ന് തെളിച്ച് പറ. ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞ കൂട്ട് പെട്ടെന്നൊരു ഫേക്ക് കല്യാണം കഴിച്ച് അച്ഛന് മുമ്പിൽ പോയി നിൽക്ക്. ആദ്യം ദേഷ്യപ്പെടുമായിരിക്കും. അത് കഴിഞ്ഞ എല്ലാ സ്വത്തും നിന്റെ പേരിലോട്ട് മാറ്റിത്തരും. ശരിയടി, നീ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. എന്നാലും ആരെ, എങ്ങനെ? അതാലോചിച്ചിട്ടാ ഒരു പിടിയും കിട്ടാത്ത. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. എന്റെ അടുത്ത് ഒരുപാട് നാളായിട്ട് ഒരു ചെറുക്കൻ ആക്ടിങ്ങിന് വേണ്ടി ചാൻസ് വയ്ക്കുക. ഞാൻ അവന്റെ അടുത്ത് വേഗം ഒരു പടം എടുക്കാന്നാ പറഞ്ഞേക്കുന്നെ. അവന്റെ അടുത്ത് പറഞ്ഞ് നിന്നെ മാനേജ് ചെയ്യുന്നോട്ട് അഭിനയിക്കാൻ പറയാം. അതൊക്കെ ഓക്കെ. ഇതൊക്കെ ശരിയാവും തോന്നുന്നുണ്ടോ? അതെല്ലാം കറക്റ്റായിട്ട് വരും. ഇന്ന് ഈവനിങ് ആ ചെറുക്കനെ വിളിച്ചു വരുത്തി സംസാരിച്ചു നോക്കാം. നീ എന്താ പറയുന്നേ? ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ പറയുന്ന മാത്രം ചെയ്യ. എന്റെ അമ്മോ, ഇപ്പഴാ എന്റെ പകുതി ടെൻഷൻ കുറഞ്ഞതായിട്ട് തോന്നുന്നത്. നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ബാക്കി ടെൻഷനും മാറും. ഇടയ്ക്കിടയ്ക്ക് എന്നെയും കൂടെ ഒന്ന് പരിഗണിക്ക്. ഇതൊന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞോട്ടടി.
നിനക്ക് ഫുൾ മീൽസ് ആയിരിക്കും. ഉം, ഉം. ഉം. എവിടെ ഇരി കാണുന്നില്ലല്ലോ. ഹായ് മാഡം. ആ വരൂ. നമസ്കാരം മാഡം. ഉം. മാഡം ഞാനാ വിജയ്. നിങ്ങളല്ലേ പ്രൊഡ്യൂസർ നിത്യ അതെ മാഡം? അതെ, അവരാ പ്രൊഡ്യൂസർ നിത്യ. ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഓർമ്മയുണ്ട് മാഡം. കറക്റ്റ് ആയിട്ട് അഭിനയിക്കണോ? ആ okay? തീർച്ചയായും തീർച്ചയായും. ഉം. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലോണം അഭിനയിക്കും ആ, മാഡം. എന്നെ വിശ്വസിക്കും മാഡം, നല്ലോണം അഭിനയിക്കും. എന്താ ഇത്? ഇവനെ കണ്ടിട്ട് ഒരു കൊച്ചു പയ്യനായിട്ടാണല്ലോ തോന്നുന്നത്. ഇവൻ എങ്ങനെയാ ഈ പ്ലാനിന് കറക്റ്റ് ആവുന്നത്? ആ, വിജയ് ആ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ആ, രേവതി, എനിക്ക് okay. ഇതിനോട് സംസാരിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യോ? ഒരു മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യ്. ഇപ്പൊ വരാവേ. എടി വാ ഇങ്ങോട്ട്. ഇതെന്താ തനിച്ചെങ്ങോട്ട് വിളിച്ചോണ്ട് പോണത്? എടി, അവനെ കണ്ട എന്റെ അനിയനാണെന്നേ പറയൂ. അതെ, അതിനിപ്പോ എന്താ? എടി, എന്റെ പ്രായം എന്താ, അവന്റെ പ്രായം എന്താ? അവനൊരു 19-20 കാണുമായിരിക്കും. എടി, എനിക്ക് 30 വയസ്സായി. 20 വയസ്സുള്ള ചെക്കനെ എനിക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? ഇവിടെ നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. നീ നിന്റെ അച്ഛന്റെ അടുത്ത് വേഗം കല്യാണം കഴിക്കാന്ന് പറഞ്ഞതല്ലേ? അത് ശരിയാ, ഞാൻ പറഞ്ഞിരുന്നോ? അതിനെന്താ? നിന്റെ അച്ഛനായിട്ട് തന്നെ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്തി കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? ശരി, അത് വിട്. നീ നിന്റെ വയസ്സിലുള്ള ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാ എന്തുണ്ടാവും? എന്തുണ്ടാവാനാ? ഞങ്ങള് രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു, കല്യാണം കഴിച്ചു എന്ന് പറയും. ആ, അങ്ങനെ പറഞ്ഞ നീ എന്താടേ ഒന്നും മനസ്സിലാവാത്ത പോലെ പറയുന്നേ? ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചില്ലേ, ഇനി സ്വത്ത് മുഴുവൻ എന്റെ പേരിലേക്ക് മാറ്റി തരാൻ പറയൂ. നോ 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 നോ, അതാ തെറ്റ്. ആ പയ്യൻ ഏതാ, എന്താ, എങ്ങനെയാ, അങ്ങനെയൊക്കെ നിന്റെ അച്ഛനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ലേ? അതിനുശേഷം നിന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോകും. അയ്യോ, എന്താടീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തെളിവായിട്ട് പറയാൻ ശ്രദ്ധിച്ചു കേട്ടോ. നീ നിന്നേക്കാളും വയസ്സ് കുറവുള്ളൊരു പയ്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ചാ നിന്റെ അച്ഛൻ എന്താ പറയാൻ പോന്നെ? എന്താ നിത്യ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമല്ലോ. അതിന് നീ എന്താ പറയണ്ടേന്നറിയോ? അവൻ എന്നെക്കാളും ചെറിയ പയ്യനാ, ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു, വേറെ വഴിയില്ലാത്തോണ്ടാ വേഗം തന്നെ കല്യാണം കഴിച്ചെന്ന് പറ. അങ്ങനെ ചെയ്താ? അങ്ങനെ ചെയ്താ നീ ആ ചെറുക്കന്റെ കൂടെ നിന്റെ ജീവിതം ജീവിച്ചോന്ന് നിന്റെ അച്ഛൻ പറഞ്ഞോളും. ആയിക്കോട്ടെ, നീ പറയുന്നൊക്കെ ശരിയാ. പക്ഷെ ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? അതിനും ഒരു ഐഡിയ ഉണ്ട്. ഈ പയ്യന് സ്വന്തം ബന്ധമെന്ന് പറയാൻ ആരുമില്ല. അവനോട് സംസാരിച്ച് ഇടപെട്ടപ്പോ ഒരുപാട് ഇഷ്ടായി. അത് കാരണം അവനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് ചുമ്മാ ഒരു തള്ളങ്ങ് തള്ളു. അത് കഴിഞ്ഞ് സ്വത്തെല്ലാം നിന്റെ പേരിൽ വരും. നന്നായിട്ട് എൻജോയ് ചെയ്തോ. അവനൊരു 5-10 കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കാം. അഭിനയിക്കാൻ വേണ്ടി വന്നല്ലേടി, നീ ധൈര്യമായിട്ട് കളത്തിലിറങ്ങ്. പക്ഷെ നീ പറഞ്ഞതുപോലെ നിന്റെ പ്രായത്തിലുള്ള ഒരു ചെറുക്കനെ നീ കല്യാണം കഴിച്ചാ നിന്റെ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് നിനക്കെതിരായിട്ട് വന്നെന്നിരിക്കാം. നോക്കിക്കോ. അത് ശരിയാണല്ലേ. എന്നാലും ഈ ഐഡിയ അടിപൊളിയാടി. ഞാൻ നിന്നെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതിരിക്കട്ടെ, ഇതിനാ പയ്യൻ സമ്മതിക്കോ? അതിനല്ലേ ഞാനുള്ളത്. അവന്റെ അടുത്ത് സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിച്ചേക്കാം. അത് മാത്രമല്ല, അവന്റെ ഒരു പാവപ്പെട്ട ഫാമിലിയാ. ഉറപ്പായിട്ട് അവൻ സമ്മതിക്കും. സൂപ്പർ ഡി, അടിപൊളി ഐഡിയ. ശരി, ഞാൻ പറയുന്ന മാത്രം ചെയ്യ. ഓക്കെ അല്ലേ? വാ. സോറി വിജയ്, കുറച്ച് ലേറ്റ് ആയി പോയി. വിജയ്, നിന്റെ അഭിനയം, നിന്റെ ടാലന്റ് എല്ലാം പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാഡം, ഞാൻ നല്ലോണം അഭിനയിക്കും മാഡം, എന്നെ വിശ്വസിക്കൂ. പിന്നെ കഥ എന്താണ്, എങ്ങനെയാ അഭിനയിക്കണമെന്ന് പറഞ്ഞാല് ഞാൻ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരും മാഡം. അത് വേറെ ഒന്നുമില്ല വിജയ്, പ്രൊഡ്യൂസർ മാമും നീയുമാണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യാൻ പോന്നെ. ഇമ്പോർട്ടന്റ് ക്യാരക്ടറോ? ഓ, അപ്പൊ മൂവിയില് മാഡം എനിക്ക് ചേച്ചിയാണല്ലേ? ഹാ, നല്ല രസം ഉണ്ടാവും, നല്ലോണം പെർഫോം ചെയ്യാം. എന്താടി ഇത്? നിക്ക്, ഞാൻ നോക്കോളാം. വിജയ്, പറയും ഇത് മാഡം. നീ വിചാരിക്കുന്ന പോലെ ഒരു കഥയല്ല. അവക്ക് വയസ്സ് 30, നിനക്ക് വയസ്സ് 20. വയസ്സ് അധികമായിട്ടുള്ള പെണ്ണ് വയസ്സ് കുറവുള്ള ഒരു പയ്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ചാ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും? അതാണ് ഈ പടത്തിന്റെ കഥ. ഓക്കെ? ഓക്കെയാണ് മാഡം. പക്ഷേ ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇത് കാരണം എന്ത് പ്രശ്നം ഉണ്ടാവുന്നേ? മറ്റുള്ളവരൊക്കെ എന്തൊക്കെയാ അഭിനയിക്കുന്നത്?
അതൊന്നും കുഴപ്പമില്ല, ഇത് നല്ല റീച്ച് ആവും. ശരി, ഓക്കെ മാഡം. ഞാൻ വീട്ടിൽ പോയിട്ട് ഉം. ഒന്ന് ആലോചിച്ചിട്ട് പറയാം മാഡം. ഉം. താങ്ക് യു മാഡം. ഉം. ഞാൻ പോട്ടെ. എടി, ഉം? നീ അല്ല പറഞ്ഞ മുമ്പ് എല്ലാം പറഞ്ഞതാണെന്ന്. ഇപ്പൊ വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പറയാന്ന് പറയുന്നു. ഒന്നുമില്ല, നീ നോക്കിക്കോ, ആ സൂപ്പറായിട്ട് അഭിനയിക്കും. നീ ഒന്ന് വെയിറ്റ് ചെയ്താ മതി. എന്തെങ്കിലും ആവട്ടെ, ഞാൻ നിന്നെയാ വിശ്വസിച്ചിരിക്കുന്നത്. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കോളാം. ആ മാഡത്തിനോട് പോയി എന്താ പറയുക? ഷൂട്ടിലേക്ക് പോണോ അല്ലെങ്കിൽ വേണ്ടേ? ഇതാണ് എൻ്റെ ആദ്യത്തെ മൂവി. ആ പറയാമേ. മോനെ, എന്താ നീ ചെയ്യുന്നത്? കഴിച്ചോ? ആ ഞാൻ കഴിച്ചു. അമ്മ കഴിച്ചോ? കഴിച്ചടാ. അല്ല, അനിയത്തി ജോലിക്ക് പോയിട്ട് വന്നോ? അവള് എപ്പോഴേ എത്തിയല്ലോ. നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഈ മാസം എങ്ങനെയെങ്കിലും നീ വിചാരിച്ച പോലെ സിനിമയിൽ അവസരം കിട്ടൂല അല്ലേ? അമ്മേ, അതെല്ലാം കിട്ടും അമ്മേ. ഇതെന്താ അത്രയും എളുപ്പമുള്ള കാര്യമാണോ? ഇത് സിനിമയാണമ്മേ. നമ്മള് കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഒന്ന് സമാധാനിക്ക്. ദേഷ്യപ്പെടല്ലേ മോനെ? ഞാൻ തന്നെ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ചാൻസ് തെരഞ്ഞോണ്ടിരിക്കുക. ശരി മോനെ, ദേഷ്യപ്പെടല്ലേ. അമ്മ വേറെ ഒന്നുകൊണ്ടുമല്ല പറഞ്ഞത്. അമ്മയ്ക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ട്. നീ വാങ്ങി തന്ന ഗുളികകളൊക്കെ തീർന്നു. നിന്റെ അനിയത്തി പോയി സമ്പാദിച്ചു കൊണ്ടുവരുന്നത് വീട്ടു ചെലവിന് എന്നെ തികയുന്നില്ല. നിനക്കറിയില്ലേ നമുക്ക് എന്തുമാത്രം കടങ്ങളുണ്ടെന്ന്? അച്ഛനുണ്ടായിരുന്നപ്പോ നമുക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം ഇല്ലാത്ത കുറവ് നമ്മൾ നന്നായി അറിയുന്നുണ്ട്. എത്രയാന്ന് വെച്ചാ അനിയത്തിയെ കഷ്ടപ്പെടുത്തുക? നീ അല്ലേ എല്ലാം നോക്കി നടത്തേണ്ടത്? ഇതെന്താ അമ്മ എപ്പോഴും പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെ അമ്മേ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കിട്ടില്ല, പക്ഷെ ഒരു ദിവസം കിട്ടും. ശരി മോനെ, ഒന്ന് മനസ്സിലാക്കുന്നേ. ദേഷ്യപ്പെടല്ലേ മോനെ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നിന്നെ ഓർമ്മപ്പെടുത്തിയതാ. ശരി അമ്മേ, എല്ലാം നടക്കും. ഞാൻ കടനൊക്കെ എങ്ങനെയെങ്കിലും അടച്ചേക്കാം, വിഷമിക്കേണ്ട. ഞാൻ ഇന്ന് രാവിലെയാണ് ഒരു ഓഡിഷനിലേക്ക് പോയിട്ട് വന്നത്. ശരി മോനെ. ഗുളിക വാങ്ങാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ കാശ് വല്ലതുണ്ടെങ്കിൽ അയച്ചതാ. തീരെ വയ്യാഞ്ഞിട്ടാ. രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. വല്ലാതെ നെഞ്ചു വേദനിക്കുക. ഗുളിക കഴിച്ചാലേ ശരിയാവുള്ളൂ. കാശുണ്ടെങ്കിൽ അയച്ചു വെക്ക്. ശരി അമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും അയച്ചുതരാം. ശരി മോനെ. എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ പോലും ആരുടെങ്കിലും വാങ്ങി അയച്ചുതരാം. ശരി അമ്മ, ഇതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട. നമ്മുടെ ഈ കഷ്ടങ്ങളൊക്കെ എന്തായാലും ഒരു ദിവസം മാറും. ശരി മോനെ. എന്താ ഇത്? ഇവനെന്താ ഈ സമയത്ത് വിളിക്കുന്നേ? എന്തായിരിക്കും? ഹലോ ഹലോ മാം. മാഡം, നിങ്ങൾ പ്രൊഡ്യൂസർ നിത്യ മാഡം അല്ലേ മാഡം? അതെ, പറഞ്ഞോളൂ. മാഡം, ഞാൻ വിജയ സംസാരിക്കുന്നത് മാഡം. ആ പറഞ്ഞോ. വൈകുന്നേരം നിങ്ങളെ കാണാൻ പറ്റുമോ മാഡം? ഓക്കെ വാ. ഓക്കെ മാഡം, താങ്ക് യു മാഡം. ഉം. അയ്യോ കനകേച്ചി, ഞാൻ എത്ര തവണ പറഞ്ഞതാ കോഫിയിൽ കുറച്ച് ഷുഗർ കൂടുതൽ വേണമെന്ന്. ഇത് കുറവാണല്ലോ. ഞാൻ വല്ലപ്പോഴൊക്കെയാ കോഫി കുടിക്കാറ്. അതും ഇങ്ങനെ ആയാലും എങ്ങനെയാ? ശരി, ഓക്കെ. ആ പയ്യൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ആളെ കാണുന്നില്ലല്ലോ. അവൻ ഇനി എന്താണാവോ പറയാൻ പോന്നെ?
ഹായ് മാഡം. ഇരിക്ക്. എന്തിനാ എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ മാഡം പറയുന്നത് പോലെ തന്നെ ഞാൻ അഭിനയിച്ചോളാം മാഡം. ആഹാ, രേവതി പറഞ്ഞ പോലെ തന്നെ ആട് തന്നെ വന്ന് തല നീട്ടി തരുന്നുണ്ട്. ശരി, എനിക്ക് എൻ്റെ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ആയാൽ മതി. വളരെ നന്നായി വിജയ്, നീ ഇപ്പോൾ വന്നല്ലോ. അല്ലെങ്കിൽ നാളെ തന്നെ വേറൊരു പയ്യനെ കണ്ടിട്ട് അഡ്വാൻസ് കൊടുക്കാന്ന് വിചാരിച്ചതാ. അയ്യോ മാഡം, അങ്ങനൊന്നും ചെയ്യല്ലേ മാഡം. ഹും, ഞാൻ നല്ലോണം അഭിനയിക്കും മാഡം. ഇപ്പം നമ്മൾ റിഹേഴ്സൽ ചെയ്യാൻ പോകുന്നില്ലേ, അത് കണ്ടിട്ട് വിജയ് നിന്റെ അഭിനയം കൊള്ളാന്ന് മാഡം തന്നെ പറയും. അത്രയ്ക്ക് നന്നായിട്ട് ഞാൻ അഭിനയിക്കും മാഡം. ഓക്കെ വിജയ്, പ്ലീസ് മാഡം. ഓക്കെ ഓക്കെ. ഞാൻ പറയുന്ന പോലെ തന്നെ നീ അഭിനയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിനക്ക് നല്ല ജീവിതം ഉണ്ടാവും, നല്ല ശമ്പളവും ഉണ്ടാവും. പിന്നെ രേവതിയോട് പറഞ്ഞിട്ട് അവളുടെ സിനിമയിൽ നിന്നെ ഹീറോ ആക്കാനും ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ മാഡം. ഈ റിഹേഴ്സലായിരിക്കും നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടുപിടിക്കാം. ഓക്കെ മാഡം, ഞാൻ നന്നായി അഭിനയിച്ചോളാം ഓക്കെ, മാഡം. ദാ നോക്ക്, ഇതൊരു സാധാരണ കാര്യമൊന്നുമല്ല. നീ ശരിക്കും വളരെ റിയൽ ആയിട്ട് അഭിനയിക്കണം. നിന്റെ കൂടെ അഭിനയിക്കുന്ന എന്റെ അച്ഛന്റെ ക്യാരക്ടർ ആണെങ്കിലും ശരി, ആ വേലക്കാരുടെ ക്യാരക്ടർ ആണെങ്കിലും ശരി, അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും അവർ അഭിനയിക്കുക. അത്ര നന്നായിട്ട് ഞങ്ങൾ അവർക്ക് റിഹേഴ്സൽ കൊടുത്തിട്ടാണ് അഭിനയിപ്പിക്കാൻ പോകുന്നത്. സോ നീയും കറക്റ്റായിട്ട് അഭിനയിച്ചാലുണ്ടല്ലോ, എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയുടെ പൂജ ആരംഭിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ തീർച്ചയായും മാഡം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചോളാം. അതിന് നന്നായിട്ട് അഭിനയിക്കണം. അഭിനയിക്കോ മാഡം? എന്തായത് മാഡം, എനിക്ക് ചോറിനേക്കാളും വലുത് അഭിനയമാണ് മാഡം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല മാഡം. എന്ത് അഭിനയിക്കില്ലെന്നോ? ആ ക്യാരക്ടറായി എന്നെ ജീവിക്കുമെന്ന് പറഞ്ഞതാ. ഓക്കെ, ഗുഡ്. പക്ഷെ ഒരു കാര്യം, നീ എങ്ങാനും കോളം ആക്കിയാ പിന്നെ ഈ ജന്മത്തിൽ നീ ഒരു നടനാവാൻ പോകുന്നില്ല. അയ്യോ മാഡം, എൻ്റെ ജാതകത്തിന് ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആവുമെന്ന് എഴുതിയിട്ടുണ്ട് മാഡം. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, ഇന്ന് തൊട്ട് ഞാൻ നിന്റെ പ്രൊഡ്യൂസർ അല്ല. സോ നീ എന്നെ മാഡം എന്ന് വിളിക്കരുത്. ഞാൻ നിന്റെ വൈഫാ. നിത്യ എന്ന് പേര് പറഞ്ഞ് വിളിക്കണം. ഓക്കെ മാഡം. എന്ത്? ഓക്കെ നിത്യ. ഗുഡ്. ഓക്കെ, നീ എന്ന് മുതൽ അഭിനയിക്കാൻ വരണമെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നീ പൊയ്ക്കോ. ഓക്കെ മാം. ഞാൻ പോട്ടെ നിത്യ. ഓക്കെ. എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതെനിക്ക് ഉടനെ തന്നെ രേവതിയോട് പറയണം. നിത്യ, എടി രേവതി, ആ വിജയ് നീ പറഞ്ഞ പോലെ തന്നെ എന്നെ കാണാൻ വന്നിരുന്നു. ഇപ്പഴാ സംസാരിച്ചിട്ട് പോയേ. ആണോ? എന്താ പറഞ്ഞത്? അവൻ നമ്മുടെ വഴിക്ക് വന്നടി. നമ്മള് പറയുന്ന പോലെ തന്നെ അഭിനയിക്കാന്നും പറഞ്ഞിരുന്നു. അവൻ പറയുന്നൊക്കെ കേട്ടപ്പോ എനിക്കൊരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അവനെങ്ങാനും എന്റെ അച്ഛൻ വിശ്വസിക്കുന്ന പോലെ അഭിനയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, എന്റെ അച്ഛനും അത് വിശ്വസിച്ച അവന്റെ കയ്യിൽ കുറച്ച് പണവും കൊടുത്തിട്ട് എനിക്ക് സമാധാനായിട്ടിരിക്കാം. കണ്ടില്ലേ, നീ വിചാരിച്ചോട്ടെല്ലാം നടക്കാൻ പോലെ. അതേടി, ഓരോ തവണയും കാശിന് വേണ്ടി അച്ഛന്റെ മുമ്പിൽ കൈ നീട്ടി നീട്ടി അദ്ദേഹം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കൊടുത്ത് എനിക്ക് തല പെരുക്കും. അതെ, ഈ സ്വത്തെങ്ങാൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഞാൻ ലാവിഷായിട്ട് ചെലവാക്കും. സൂപ്പർ ഡി. എന്നാ പിന്നെ നാടകം പെട്ടെന്ന് തന്നെ തുടങ്ങട്ടെ. ശരിടി, ഞാൻ ഫോൺ വെക്കുവാ. ഓക്കെ, ബൈ. ഇതാ സാറേ ടാബ്ലറ്റ്. സാറേ, കുടിക്കാൻ ചായ വല്ലതും കൊണ്ടുവരട്ടെ? നിത്യാമ്മേ, എന്താ ഈ കാണിച്ചേക്കുന്നേ? എന്താ ഈ കാട്ടിയിരിക്കുന്നേ? നിത്യമോളെ, എന്താ ഇത്? അച്ഛാ, ഇവന്റെ പേര് വിജയ് എന്നാ. ഞങ്ങള് 3 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ഇപ്പൊ കല്യാണം കഴിച്ചു. മോളെ, കാണാൻ നിന്നെക്കാളും ചെറുപ്പമാണെന്ന് തോന്നുന്നു മോളെ. അതെ അച്ഛാ, വിജയന് 20 വയസ്സേ ഉള്ളൂ. നിത്യാമ്മേ, നിത്യാമ്മേ, നിങ്ങളെക്കാളും 10 വയസ്സിന് ചെറിയ ചെക്കനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ചെയ്ത്? ഞാൻ പറഞ്ഞതല്ലേ, ഇഷ്ടത്തിലായിരുന്നു. എന്റെ ഈശ്വര,
അയ്യോ അച്ഛാ, അയ്യോ സാറേ സാറേ അച്ഛാ, ഞാൻ ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കട്ടെ? അയ്യോ അതൊന്നും വേണ്ട മോളെ. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്തത്? പ്ലീസ് അച്ഛൻ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ എത്ര തവണ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്തുകൊണ്ടാ സമ്മതിക്കാത്തെന്ന് ഇപ്പൊ അച്ഛന് മനസ്സിലായല്ലോ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. വിജയ് എന്നെക്കാളും ചെറിയ പയ്യനായിരിക്കാം, എന്നാൽ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛ. ഇവനെന്ന് വെച്ചാൽ എനിക്ക് ജീവന. ഇവനും ഞാനല്ലാണ്ട് വേറെ ആരുമില്ല. അതിനു വേണ്ടിട്ട് ഇങ്ങനെയാണ് മോളെ ചെയ്യുന്നത്? അച്ഛാ, ഇതെല്ലാം കാണണമെന്നുള്ള എന്റെ തലയിലെഴുത്ത്. ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല മോളെ. ഇതെല്ലാം നമ്മുടെ സ്വന്തം ബന്ധം, നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മാനം തന്നെ പോകും മോളെ. അപ്പൊ അച്ഛന് എന്റെ സന്തോഷം അല്ലല്ലേ വലുത്? അച്ഛന് ബന്ധുക്കളുടെ സന്തോഷമാണല്ലേ ഏറ്റവും വലുത്. ശരി അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം. അയ്യോ എന്താ നിത്യം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരി മോളെ, നീ തിരഞ്ഞെടുത്ത ജീവിതം ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാ എനിക്കിത് മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റാണ്ട്, പുറത്ത് പറയാതിരിക്കാനും പറ്റാണ്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് അച്ഛാ. മാഡം അഭിനയിക്കാൻ തുടങ്ങിയല്ലോ, നമ്മളും അഭിനയിക്കാൻ തുടങ്ങിയേക്കാം. അങ്കിൾ, ഞാൻ ചെയ്തത് തെറ്റാണ് അങ്കിൾ. അത് തെറ്റാണെന്ന് എനിക്കെന്നെ അറിയാം അങ്കിൾ. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രണയത്തിലാണ് അങ്കിൾ. അങ്കിളിന് ഇഷ്ടമല്ലെങ്കിൽ ഒറ്റൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവളെ ഇവിടെ തന്നെ വിട്ടേച്ചിട്ട് എന്റെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. അയ്യോ, എന്റെ ഈ അവസ്ഥ മറ്റാർക്കും വരാതിരിക്കട്ടെ. ഇത് ശരിയെന്ന് പറയണോ അതോ വേണ്ടാന്ന് പറയണോ? എനിക്ക് ഒന്നും തന്നെ അറിയുന്നില്ലല്ലോ. പക്ഷേ എന്റെ മോള് സന്തോഷായിട്ടിരിക്കണം, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. ശരി മോളെ, ഞാൻ വേറെ ആരെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാ സാറേ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ സാറേ. എന്താ ഈ പറയുന്നത്? എന്നെ എത്ര പേര് വന്ന് കാണുമെന്ന് അറിയില്ലേ മോളെ. വീട്ടേക്ക് മോളെ, നീ സന്തോഷായിട്ടിരുന്ന എനിക്ക് അത് തന്നെ മതി. അച്ഛാ, എനിക്ക് വിജയുടെ കൂടെ ജീവിക്കാനാ അച്ഛാ ഇഷ്ടം. അച്ഛൻ ആരെ കുറിച്ച് ഓർത്തും വിഷമിക്കരുത്. ഒന്നും ആലോചിച്ച് അച്ഛൻ ആരോഗ്യം നശിപ്പിക്കരുത്. അല്ല അച്ഛാ, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ഒരാണിന് അവനെക്കാളും പ്രായത്തിൽ എത്രയോ ചെറിയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റും, അത് തെറ്റല്ല. പക്ഷെ ഒരു പെണ്ണ് അവളെക്കാളും പ്രായത്തിന് ചെറിയ ഒരാളെ കല്യാണം കഴിച്ചാ അത് തെറ്റാ? ഇത് എവിടുത്തെ ന്യായാണ് അച്ഛാ? എന്റെ ദൈവമേ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ എന്താ ഉള്ളത് മോളെ? കനകെ, അവരെ ഉള്ളിൽ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങളെ അനുഗ്രഹിക്കും അങ്കിൾ. ഇവന് ഓവറാക്കി ചളാക്കോ? അച്ഛാ, എന്നെ അനുഗ്രഹിക്ക അച്ഛാ. ശരി, അകത്തോട്ട് വാ. എന്താ നിത്യം എങ്ങനെയൊക്കെ ചെയ്തത്? ശരി, രണ്ടാളും വരൂ. ഡാ, നീ എന്തിനാ എന്റെ പെട്ടി കയറി കിടന്ന? ദാ നോക്ക്, നിന്നോട് അഭിനയിക്കാൻ മാത്രം ഞാൻ പറഞ്ഞത്. അല്ല നിത്യ, നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ? ദാ നോക്ക്, അതൊക്കെ പുറത്ത് മാത്രം. നീ പോയിട്ട് അപ്പുറത്തെ റൂമിൽ കിടന്നോ, പോ. അപ്പുറത്തെ റൂമിലോ? ശരി, ഓക്കെ. ഡാ നിന്നെ, നീ അപ്പുറത്തെ മുറിയിൽ പോയി കിടന്നാ ഉറപ്പായി എല്ലാവർക്കും ഡൗട്ട് വരും, നമ്മള് കുടുങ്ങി പോവും. നീ താഴെ കിടക്ക്. മാഡം, ബെഡ്ഷീറ്റ് അവിടെ ഉണ്ട്, ചെന്നെടുത്തോ. ഓക്കെ. മാഡം, തലയണ കിട്ടുമോ?
ദാ. താങ്ക്സ് മാഡം. ഉം. സാറേ, ചായ എടുത്തോളൂ. നിത്യമോൾ എഴുന്നേറ്റ എന്തേ അവൾക്ക് കുടിക്കാൻ പാലൊന്നും കൊടുത്തില്ലേ? അത് അവരുടെ റൂം അടച്ചിരിക്കുക. ഞാനത് മറന്നുപോയി. ഉം. എന്നും ചോദിക്കുന്ന പോലെ ഒന്ന് ചോദിച്ചതാ. അതെന്നെ, ഞാനും പാലെടുത്തോണ്ട് പതിവ് പോലെ അവരെ റൂമിലേക്ക് പോയതാ. പിന്നെ വാതില് തട്ടാൻ പോയപ്പോഴാ നിത്യാമ്മയ്ക്ക് കല്യാണം കഴിഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ആ, ഇതും സന്തോഷമുള്ള കാര്യമല്ലേ? എന്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞിരിക്കുന്നു. പറയുമ്പോൾ തന്നെ സന്തോഷം വരുന്നു. അതെന്നെ, സാറും ഇപ്പോഴത്തെ പോലെ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. എല്ലാ കാര്യവും നന്നായി നടക്കും. സാറ് വേണമെങ്കിൽ കണ്ടോളൂ, ഈ സന്തോഷത്തില് സാറിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഗുണാവും. എന്നിരുന്നാലും ആ പയ്യൻ ഏതാ എന്നൊന്നും അറിയുന്നേ ഇല്ലല്ലോ കനകെ. ശരി, വിട്ടേക്ക്. സാറേ, എന്റെ മോൾക്ക് അവനെ ഇഷ്ടമായി. അവളുടെ ഇഷ്ടത്തിന് സന്തോഷായിരിക്കട്ടെ. ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കൊരു പേരക്കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നാ എനിക്ക് ഇനിയും സന്തോഷമാകും കനകെ. സാറേ, എല്ലാം സാറ് വിചാരിക്കുന്ന പോലെ തന്നെ എത്രയും പെട്ടെന്ന് നടക്കും. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശരി കനകെ. എന്നാ ശരി, ഞാൻ ടിഫിൻ എടുത്തു വെക്കാം. ഉം, വരൂ കേട്ടോ. ശരി. എന്താ നിത്യാമ്മേ, ഉം? ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന? സാറിനെ വിളിച്ചോണ്ട് വരുന്നില്ലേ? അയ്യോ, അവനെ അഭിനയിക്കാൻ വീട്ടിൽ കയറ്റിയ കാര്യം തന്നെ ഞാനങ്ങ് മറന്നുപോയല്ലോ. ശരി, എന്തേലൊക്കെ പറയാം. അത് പിന്നെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ. ഞാൻ വെറുതെ ടിഫിനൊക്കെ റെഡിയാണോ നോക്കാൻ വന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ശരി മോളെ. ഉം. കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ? വേണ്ട, ഇതിലുണ്ടല്ലോ. ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഡാ വിജയ്, മാഡം കുളിച്ചോണ്ടിരിക്കുക. എടാ 2 മിനിറ്റ്. ഒന്ന് വേഗം താഴേക്ക് വാ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. മാഡം അത് ഇപ്പൊ വന്നേക്കാം. എന്തുവാടാ ഇത്? മാഡമോ? ഈ റൂമിനകത്ത് മാത്രം ഞാൻ നിനക്ക് മാഡം. താഴെ വന്നു കഴിഞ്ഞാൽ എന്നെ നിത്യ എന്നാണ് വിളിക്കേണ്ടത്, കേട്ടല്ലോ? ആ ശരി. ഹലോ, ആ പറയടി. എന്താടി ഇപ്പൊ ഒന്നും എന്നെ ഫോൺ പോലും വിളിക്കുന്നില്ലല്ലോ, ഭയങ്കര ബിസിയാണോ? അങ്ങനെയൊന്നും ഇല്ലടി, ഞാൻ തന്നെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നേ. ഞാനിത് അച്ഛനോട് സ്വത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ നിൽക്കുക. എന്താടി കല്യാണം കഴിഞ്ഞ് 2 ദിവസമല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ സ്വത്തിന്റെ കാര്യം പറയാൻ പോണം? എനിക്കിതാണ് പറ്റിയ സമയം എന്ന് തോന്നുന്നുണ്ട്. ഏയ്, എനിക്കൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നേ? പിന്നെ കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ സ്വത്ത് ചോദിച്ചു കഴിഞ്ഞാ നിന്റെ അച്ഛന് ഡൗട്ട് വരത്തില്ലേ? കുറച്ച് വെയിറ്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് സ്വത്ത് ചോദിച്ചു നോക്ക്, അപ്പൊ മാത്രമേ നിന്റെ അടുത്ത് ഡൗട്ട് തോന്നാതിരിക്കത്തുള്ളൂ. ഇനി അത്രയും ദിവസം വെയിറ്റ് ചെയ്യണോ? ഞാൻ ഇന്ന് തന്നെ അങ്ങ് തീർക്കാൻ വിചാരിച്ചതാ. ഏയ്, ഇവിടെ നോക്കടി, നിനക്ക് വേറെ ചോയ്സ് ഇല്ല. നീ അഭിനയിച്ചേ പറ്റൂ, അപ്പൊ മാത്രമേ നിന്റെ അച്ഛൻ സ്വത്ത് എഴുതി തരത്തുള്ളൂ. നിന്റെ അച്ഛന് എന്ത് കഴിവുള്ള ആളാ, പുള്ളി ഒരു ബിസിനസ്മാനാ. സോ അദ്ദേഹം വിശ്വസിക്കുന്നവരെ നീ അഭിനയിച്ചേ പറ്റൂ. നിങ്ങളെ രണ്ടുപേരും സന്തോഷമായിട്ടായിരിക്കുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കണം, മനസ്സിലായോ? എല്ലാം മനസ്സിലാവുന്നുണ്ട്, ഞാനതൊക്കെ നോക്കിക്കോളാം. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം. ഗുഡ്. പിന്നെ നമ്മുടെ പയ്യൻ വിജയ് എങ്ങനെ അഭിനയിക്കുന്നുണ്ട്? അവനെന്താ കുഴപ്പം? അവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. നമുക്ക് അവനോട് സത്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുക. നുണ പറഞ്ഞ് അഭിനയിപ്പിച്ചതുകൊണ്ട് എനിക്കെന്തോ കുറ്റബോധം തോന്നുന്നു. ഏയ്, അവനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. എന്റെ ഫ്രണ്ട് ഒരു നല്ല പടം എടുക്കുന്നുണ്ട്, നിനക്കൊരു സൂപ്പർ ക്യാരക്ടർ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞോളാം. നീ വെറുതെ അവനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, കേട്ടോ? എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കാൻ പാടുള്ളൂ, മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ശരി എടി, വിജയ് വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പിന്നെ ആ, വിളിക്കാം. ഓക്കേ ഡി. ആ, വരൂ വരൂ, ഇരിക്കൂ. ഉം. ഉം. ആ, വരൂ. ഉം. ആ, വരൂ. ഉം. ഇരിക്കൂ. ഉം.
കനകേച്ചി എനിക്ക് ഒരെണ്ണം മതി. ഉം. ഉം. അങ്കിൾ, ഉം? ആക്ച്വലി നിത്യനോട് എപ്പോഴും പറയുമായിരുന്നു അച്ഛന് സുഖമില്ല എന്ന്. നിങ്ങളെ കുറേ പ്രാവശ്യം കാണാൻ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ വരാൻ പറ്റിയില്ല. സോറി അങ്കിൾ. സാരമില്ല, അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട. നിങ്ങൾ കഴിച്ചാട്ടെ. ഉം. അങ്കിൾ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഉം. എൻ്റെ മോൾക്ക് തന്നെ ഇഷ്ടമായി. അതിൽ കൂടുതൽ എനിക്കെന്താ പറയാനുള്ളത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരുന്നാൽ എനിക്കത് തന്നെ മതി. ഓക്കെ അങ്കിൾ. നിങ്ങളെ എന്തെങ്കിലും കഷ്ടപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കും അങ്കിൾ. ആഹാ, അതൊന്നുമില്ല മോനെ. നിങ്ങൾ ആഹാരം കഴിച്ചാട്ടെ, നമുക്ക് പിന്നെ സംസാരിക്കാം. വരൂ സാറേ. മാഡം, മാം, നിങ്ങൾ പറഞ്ഞ സത്യ. ഉം. അച്ഛൻ്റെ ക്യാരക്ടർ ശരിക്കും തകർത്തു. തൻ്റെ സ്വന്തം മോൾ കല്യാണമായതുപോലെ എന്തൊരു ഫീലിങ്സ് അങ്ങേർക്ക്. അഭിനയം പൊളിച്ചു മാഡം. മാസ. ശരി ശരി, മിണ്ടാതിരുന്ന് കഴിക്ക്. കനകേച്ചി നോക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നെ നിനക്ക് ഇതൊക്കെ പറയണോ? നിത്യാമ്മേ, ഉം? നിങ്ങൾ രണ്ടാളും കഴിക്കൂട്ടോ. ഉം. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ശരി. ഉം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന്. ഉം. എടാ, ഇങ്ങോട്ട് നോക്ക്. അവര് നമ്മുടെ കൂടെയുള്ളപ്പോ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, കേട്ടല്ലോ? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഉള്ളപ്പോ ഇങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന്. സീനിന് എന്താണോ വേണ്ടത് അത് മാത്രം ചെയ്യ്, കേട്ടല്ലോ? ആ ശരി മാം. ആക്ച്വലി ജോലിക്കാരി പോലും നല്ലോണം അഭിനയിക്കുന്നുണ്ട്. നിങ്ങളുടെ ആർട്ടിസ്റ്റൊക്കെ ശരിക്കും വേറെ ലെവലാ. നിന്നോട് ഞാൻ ഇപ്പോഴല്ലേ പറഞ്ഞത് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന്. ഇനി മേലാൽ ഇങ്ങനെ എങ്ങാനും പറഞ്ഞാൽ ഞാൻ രേവതിക്ക് ഫോൺ ചെയ്യും. അയ്യോ, ഞാൻ ഈ കഴിക്കാൻ മാത്രമേ വായി തുറക്കുള്ളൂ മാഡം. ഗുഡ്. ആ പിന്നുണ്ടല്ലോ, ഇവരുടെ മുമ്പിൽ വല്ലപ്പോഴൊക്കെ എന്നോട് സ്നേഹമുള്ളതുപോലെയും കരുതലുള്ളതുപോലെയും ഒന്ന് അഭിനയിക്കുക. എന്നാലേ അവർക്ക് അതിനനുസരിച്ച് അഭിനയിക്കാൻ പറ്റൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ മാഡം. ആ മാഡം, ഉം. എനിക്ക് ഒരു 2 ദിവസത്തെ സാലറി തരികയാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ചെലവിന് അയച്ചു കൊടുക്കും മാഡം. ഓക്കെ ഓക്കെ, ഞാൻ GP ചെയ്യാം. ഇനി പേയ്മെന്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ചോദിച്ചാൽ മതി, മനസ്സിലായോ? ശരി മാഡം. ഡാ ഡാ, ഉം? അച്ഛന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, അടുത്ത് വന്നിരിക്കും. നന്നായിട്ടുണ്ടല്ലേ? കൊള്ളാട്ടോ. എങ്ങനെയാ അതൊക്കെ? നീയാണോ ഇത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നല്ല കാണാൻ എന്തൊരു രസമുണ്ടല്ലേ? ഭംഗിയാ. ദാ ഈ ഫോട്ടോ കണ്ടല്ലേ, എന്തൊരു ക്യൂട്ടല്ലേ. എന്റെ ഭാര്യ എപ്പോഴും ക്യൂട്ടല്ലേ. ഉം. ആ ഫോട്ടോ കണ്ടോ? അദ്ദേഹം പോയി. അതാ താഴത്തെ ഫോട്ടോ. നീ ഇരിക്കാനല്ലേ പറഞ്ഞു? ഏയ്, ഉം. എന്ന് വെച്ച് അങ്ങോട്ട് മാറിയിരിക്കില്ല, ഇവിടെ തന്നെ ഇരിക്കുക. ഇനി ആരെങ്കിലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നാൽ വീണ്ടും അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. മാഡം, എനിക്കൊരു ഡൗട്ട്. എന്താ? നമ്മൾ എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് പേപ്പറോ ഡയലോഗ് പേപ്പറൊക്കെ വെച്ച് റിഹേഴ്സൽ ചെയ്തൂടാ? ഇതാ നോക്ക്, ഇത് റിയൽ ആയിട്ട് ചെയ്യുന്ന പോലത്തെ റിഹേഴ്സലാ. ഓക്കെ, സിനിമ തുടങ്ങുമ്പോൾ മാത്രമേ സീൻ പേപ്പറും സ്ക്രിപ്റ്റും ഇതൊക്കെ വെച്ചിട്ട് ചെയ്യാറുള്ളൂ, മനസ്സിലായോ? ശരി മാഡം. ഉം. അയ്യോ, ആ. നിത്യാമ്മേ, എന്തിനാ നിങ്ങൾ അടുക്കളയിലേക്ക് വന്നത്? എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കി തരാം. ഒന്നുമില്ല ചേച്ചി, അവന് തലവേദന ആയതുകൊണ്ട് ചായ വേണമെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് കരുതി. എടി, ഉം? എന്റെ ഭാര്യയെ. എടി, ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ എടുക്കാൻ എത്ര ആ, നേരം? അതൊക്കെ റെഡിയായി. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ. കപ്പിലെടുത്ത് ഒഴിച്ചാൽ മാത്രം മതി. കനകാമേ, ഇവള് വഷളാക്കാൻ നിങ്ങളാണ് കാരണം. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെന്താ കനകാമേ,
എന്ത് ചോദിച്ചാലും കനകാമ്മ അത് ഇട്ട് തരും, കനകാമ്മ ഇത് ഇട്ട് തരും, കനകാമ്മ രാവിലെ ചായ ഇട്ട് തരും. ഇവൾക്ക് ഇതുവരെയായിട്ട് ഒരു ചൂടുവെള്ളം പോലും ഇടാറില്ല, അറിയോ? ചെല്ലം കൊടുത്ത് വളർത്തിയതാ ഞങ്ങള്. ഇതൊട്ടും ശരിയല്ല. ഒരു ചായ ഇടാൻ എത്രയും സമയം എടുക്കുന്നത് കണ്ടോ? എന്ത് ചെയ്യാനാ, പഠിപ്പിച്ചു കൊടുത്താലേ പറ്റൂ. നിത്യാമ്മേ, നിങ്ങൾ രണ്ടാളും പോയി സോഫയിൽ ഇരിക്കൂ. ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം. ചെല്ലു. ഹും. രാത്രി ഇവര് വരുന്നുണ്ട്. ഒറ്റൊരെണ്ണം മതി. നിത്യാമ്മേ, ആ. ഉള്ള പാലിലൊക്കെ ചായപ്പൊടി എടുത്തിട്ടായിരുന്നു അല്ലേ? ആ, ഞാൻ വേറെ പാല് വാങ്ങിക്കൊണ്ടുവന്ന് ചുക്കിട്ട പാലുണ്ടാക്കി തരാം. സാർ ഈ ചായ എടുത്തോളൂ. എനിക്കും ചായ തന്നെ മതി. നിങ്ങൾ ചായ കുടിക്കാറില്ലല്ലോ. ഇവൻ കുടിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ കുടിച്ചാലെന്താ? എന്തോ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ശരിക്ക് കേട്ടില്ല. അത് പിന്നെ കനകേച്ചി, ആ. ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് ഞാനും കൂടെ ശീലിക്കണ്ടേ? ശരി ശരി, എന്നാ ഞാൻ അച്ഛന് ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഉം. ഉം. എൻ്റെ അമ്മോ. മാഡം 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 ഷ്, എന്താ? മാഡം കനക. ശരി ശരി. ഒന്ന് അടങ്ങിയിരിക്ക്. എന്തടി എന്തുവാണ്? ഒന്ന് എടാ എടാ, എന്തേ കാണിക്കുന്നേ? നേരം വെളുത്തല്ലേ? ആ, ഞാൻ നിന്നെ നുള്ളുവാണെങ്കിൽ നീ എന്നെ നുള്ളുവല്ലേ? ഉം. എടി, നീ എന്നെ നുള്ളിയതിനെ ഞാൻ നിന്നെ നുള്ളു. ആ, അതെ അതെ, നിനക്ക് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ. എടി, നീ എന്നെ കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടേ. ശരി, ഉം. എപ്പോഴും പോലെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഓക്കേ. പോയി ചായ തൊണ്ടു വച്ചല്ലേ. ആ, ആ, ചായയാണോ? അത് ആ. കുറച്ചു കഴിഞ്ഞാൽ കനകേച്ചി എന്നെ കൊണ്ടുവരും. ഏ? വാങ്ങിച്ചു കുടിച്ചോ. എടി, ഞാൻ നിന്നോട് ചായ പറഞ്ഞ കനക കൊണ്ടുവരുന്ന പറയാണോ? എടി, ഞാൻ നിന്നെ വിടില്ലടി. എടി, നിക്കടി. എടി, വിജയ്, എടി, നിക്ക. എടി, ഓടലടി. എടി, നിക്ക. ഹേയ്, ഇല്ല, ഓടല്. ഇല്ല. ഹേയ്, നീ ഓടി വിജയ്, വിടുന്ന വിജയ്, വിചാരിച്ചോ? ഒന്ന് വിട്. എടി, ഓടലടി. വിജയ്, ഇപ്പൊ എന്റെ കൈ കിട്ടിയില്ലേ? ഇങ്ങനെ ഹാപ്പിയാക്കി വെക്ക്. എടി, ഞാൻ നിന്നെ ഹാപ്പി നോക്കുന്നത് പിന്നെ വേറെ ആരും നോക്കുക. ശരി, അതൊക്കെ വിട്. വിജയ്, ചെല്ല് please, ചെല്ല് please. ചെല്ല്, ചായ എടുത്തോണ്ട് പോവാ. ചെല്ല് നന്നായിട്ട് ചെല്ല് ചെല്ല്, പറയാം. പെട്ടെന്ന് എടുത്തോണ്ട് പോവാ. ചെല്ല്. വിജയ്, ഇപ്പൊ പോയില്ലെങ്കിലേ ഞാനത് നുള്ളി വെക്കും, പറഞ്ഞേക്കാം. എന്റെ ക്ഷമ വെറുതെ കളയല്ലേ, പറഞ്ഞേക്കാം. എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. കനകേ, ആ പേപ്പർ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയോ? ആ, ഇപ്പൊ കൊണ്ടുവരാം സാറേ. ഇതാ സാറേ. എന്താ കനകെ ഒരുമാതിരി ചിരിച്ചോണ്ട് വരുന്നേ? ഏ? കാര്യം എന്താന്ന് പറഞ്ഞാ രണ്ടുപേർക്കും ചേർന്ന് ചിരിക്കാമല്ലോ. അതൊന്നുമല്ല സാറേ, ആ, അത് പിന്നെ ആ. എന്താണെങ്കിലും പറയേ. എനിക്കിപ്പോഴാണ് സന്തോഷായിട്ടുള്ളത്. നമ്മള് നിത്യാമ്മ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വിചാരിച്ചോ അതുപോലെയൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതെ കനകെ, അവര് രണ്ടുപേരും ഇതുപോലെ സന്തോഷമായിട്ടായിരുന്ന എനിക്ക് അത് തന്നെ മതിയല്ലോ. അതെ സാറേ, എനിക്ക് തോന്നുന്നത് ആ സാറ് നമ്മുടെ മോളെ നന്നായി നോക്കുന്നുണ്ട്. നമ്മുടെ നിത്യാമ്മയും ഇപ്പൊ നല്ല സന്തോഷത്തിലാ. എനിക്കിത് കാണുമ്പോ സന്തോഷം സഹിക്കാൻ വയ്യ. ഇതേ സന്തോഷം അവരുടെ ആയുഷ്കാലം മുഴുവനും വേണം. എനിക്ക് അത് മാത്രം മതി കനകെ. രണ്ടുപേരും കൂടി പെട്ടെന്ന് എനിക്കൊരു പേരക്കുട്ടിയെ തന്നാ ഞാൻ അതിനെയും കൊഞ്ചിച്ചോണ്ടിരുന്നോളൂല്ലോ. ഇതുപോലെ സാർ എന്നും സന്തോഷത്തോടെ ഇരിക്കും. ആ, എന്നാ ഞാൻ താഴെ പോയി ജോലി നോക്കട്ടെ. എന്റെ മോൾ ഇതുപോലെ സന്തോഷായിട്ടിരുന്ന എനിക്ക് അത് തന്നെ ധാരാളം. മാഡം, ഉം. എനിക്ക് ഇത്രയും ശമ്പളം തരുന്നില്ലേ? എന്റെ ആക്ടിങ് ഓക്കെ അല്ലേ? അതൊക്കെ ഓക്കെയാണ്. ആ. പക്ഷെ ഇവിടെ ഞാൻ പറയാത്തതൊന്നും നീ ചെയ്യാൻ നിൽക്കരുത്, കേട്ടല്ലോ? ശരി മാം. നീ അഭിനയിക്കുകയാണെന്ന് ഇവിടെയുള്ള ആർക്കും മനസ്സിലാവരുത്. ഉം.
ആവേശം മുതൽ നീ ഓരോന്ന് കാണിച്ചു കൂട്ടണ്ട. അങ്ങനെയൊന്നും ചെയ്യില്ല മാഡം. എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിരിക്കട്ടെ മാം, ഈ അച്ഛന്റെ ക്യാരക്ടറിനെ എവിടുന്നാണ് കിട്ടിയത്? എന്റെ അമ്മോ, അങ്ങേര് ശരിക്കും സുഖമില്ലാത്ത ഒരാളെ പോലെ അഭിനയിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു അഭിനയാന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവരൊക്കെ വലിയ ആർട്ടിസ്റ്റാ. നീ നന്നായിട്ട് അഭിനയിച്ചാ നിനക്കും അതുപോലൊക്കെ ആവാം. ശരി മാഡം. ശരി, ഞാൻ ഉറങ്ങാൻ പോവാ. നീ എന്നത്തെയും പോലെ താഴെ തന്നെ കിടന്നോ. പിന്നെ വേറൊരു കാര്യം, ഈ വീട്ടിലെ എന്റെ അനുവാദം ഇല്ലാണ്ട് നീ ആരോടും ഒന്നും ചോദിക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല. മനസ്സിലായോ? മാഡം എത്ര തവണയാ പറയാ? ഞാൻ നോക്കിക്കോളാം മാഡം. ഓക്കെ. മാം, പിന്നെ എന്റെ ആക്ടിംഗ് കൺവിൻസും തരാന്ന് പറഞ്ഞിരുന്നു. ശരിയാണല്ലോ. ശരി, ഞാൻ നാളെ രാവിലെ അയക്കാം. ശരി, നീ പോയിക്കോ, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ശരി മാഡം. നിത്യോ? ഹലോ. എടി രേവതി, നീ തന്ന ഐഡിയ ശരിക്കും അടിപൊളിയാണെടി. കുറച്ച് ദിവസത്തേക്കും കൂടെ ഇതുപോലെ തന്നെ അഭിനയിച്ചാൽ മാത്രം മതി. എന്റെ അച്ഛനെ എല്ലാ സ്വത്തും എന്റെ പേരിലേക്ക് തന്നെ മാറ്റിത്തരും. അതിനുശേഷം ആ പയ്യനും ഒരു എമൗണ്ട് ഒന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ട് വല്ല സിനിമയിൽ അവന് വല്ല ചാൻസ് വാങ്ങിച്ചു കൊടുത്താലുണ്ടല്ലോ, ഓൾ പ്രോബ്ലം സോൾവ്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. മുരളി, ഒരു നിമിഷം ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ, നീ ആവശ്യമില്ലാതെ പേടിച്ചു പോയത്. അതൊക്കെ വിട്. ആ പയ്യൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടോ? അവൻ ശരിക്കും നല്ലൊരു ആക്ടറാണെടി. വന്നിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടും അവന്റെ കാര്യത്തില് അച്ഛനും കനകേച്ചിക്കും ഒരു ഡൗട്ട് പോലും ഇല്ല. സൂപ്പർ ഡി. നീ ആ പയ്യനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം. നീ എന്റെ കാര്യം മാത്രം നോക്കിക്കോ. ശരിയടി. എത്രയും പെട്ടെന്ന് അച്ഛനോട് സ്വത്തിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ട് ഞാൻ നിനക്ക് അപ്ഡേറ്റ് ചെയ്യാം. ബൈ. സാറേ, സാറേ, എന്താ സാറേ? ഞാൻ ഒരുപാട് നേരമായി വിളിക്കുന്നു, കേൾക്കാത്ത മാതിരി ഇരിക്കുന്നത് എന്താ? നിത്യയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. സാറേ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് എന്താ ആലോചിക്കാൻ? നമ്മുടെ ആഗ്രഹപ്രകാരം കല്യാണം കഴിഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച പോലെ പേരക്കുഞ്ഞിനെയും പ്രസവിച്ചു തരും. അവരുടെ ജീവിതം സന്തോഷത്തോടെയല്ലേ പോകുന്നത്? സാറ് വേറെന്താ ആലോചിക്കുന്നത്? ഇല്ല, എനിക്കെന്തോ നിത്യമോള് നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ സാറേ പറയുന്നത്? അതേ കനകെ, ഒരിക്കൽ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു അഭിനയാന്നേ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവരൊക്കെ വലിയ ആർട്ടിസ്റ്റാ. നീ നന്നായിട്ട് അഭിനയിച്ചാ നിനക്കും അതുപോലെയൊക്കെ ആവാം. ശരി മാഡം. സാറേ, അവര് വേറെന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. അവരുടെ ഫ്രണ്ട് രേവതി സിനിമയിലുണ്ടല്ലോ, അവരെ പറ്റി എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. സാർ അത് തെറ്റിദ്ധരിച്ചതായിരിക്കും. അല്ല, ആദ്യം ഞാനും അങ്ങനെയാ വിചാരിച്ചേ. പക്ഷെ നിത്യയുടെ പെരുമാറ്റം, അവളുടെ സംസാരം, ഇതൊക്കെ കാണുമ്പോ സ്വത്തിനു വേണ്ടിയാണ് ആ പയ്യനോട് അഭിനയിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെന്ന് തോന്നുന്നു. സാറേ, എന്താ ഈ പറയുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സാറ് ആവശ്യമില്ലാത്തത് പറയരുത്. എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരുപക്ഷെ സത്യമായിക്കൂടെ? ശരി സാറേ, ഒരുപക്ഷെ എനിക്കും തെറ്റായി തോന്നിയാ ഞാൻ വന്ന് സാറിനോട് പറയാം. അതിനുശേഷം സാറ് പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. ഇതാ, ആദ്യം ഈ ചായ കുടിക്കൂ. അതുവരെ നിത്യാമ്മയെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മയ്ക്ക് പൈസ അയക്കണമല്ലോ. ശരി, അമ്മയെ വിളിക്കാം.
പറയും മോനെ. ഹലോ അമ്മേ, ആ പറയേ. ഇനി ഒന്നിനെ കുറിച്ച് അമ്മ വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി മോനെ. അയ്യോ അയ്യോ. പിന്നെ എനിക്കിപ്പോ കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അയച്ചുതരാം. ആ അമ്മയ്ക്ക് എന്ത് ഗുളിക വേണോ അത് വാങ്ങിച്ചോളൂ. ആയിക്കോട്ടെ. ഇനിയും കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, ഈ പടം പെട്ടെന്ന് കഴിയും, എന്നിട്ട് വന്നേക്കാം. ശരി അമ്മേ, ശരി മോനെ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കാശ് അയച്ചുതരാം. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളൂ, അമ്മ നോക്കിക്കോളൂ. അനിയത്തി ഇനി കുറച്ച് ദിവസം കൂടിയേ ജോലിക്ക് പോകും, പിന്നെ അവൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ അവളെ പഠിപ്പിക്കാം. ഓക്കെ അല്ലേ? ശരി മോനെ. ശരി അമ്മേ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാവേ. ശരി മോനെ. ആ ഓക്കെ അമ്മേ, ശരി. ഹലോ മഹേഷ്, ഞാൻ നിനക്കൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യുമോ? ആ ഓക്കെ. മോനെ വിജയ്, അങ്കിൾ, വാ വന്നിവിടെ ഇരിക്കേ. നിങ്ങളും നിത്യയും ഒരുമിച്ചല്ലേ വെളിയിൽ പോയത്? ഇപ്പൊ നിങ്ങൾ മാത്രം വന്നിരിക്കുന്നു? അത് വേറൊന്നുമല്ല സാർ, നിത്യ ആരെയോ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, ആ അത് അവളെ കൊണ്ടുപോയി വിട്ടേച്ചിട്ട് ഞാൻ മാത്രം വന്നത്. ഓക്കെ. എന്നോടെന്താ സംസാരിക്കാത്തെ? എനിക്കെന്താ നിങ്ങളോടൊക്കെ ദേഷ്യമാണെന്ന് വിചാരിച്ചോ? ഇതാ നോക്കൂ, അങ്ങനെ യാതൊന്നുമില്ല. എന്തൊക്കെ തന്നെ ആയാലും നിങ്ങൾ എൻ്റെ മരുമകനല്ലേ. ഞാൻ വേണിച്ചിട്ട് സംസാരിക്കാതിരിക്കല്ല സാർ, ആക്ച്വലി കുറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ സംസാരിക്കാൻ പറ്റാത്ത. ഓ ശരി ശരി. എൻ്റെ മോളും നിങ്ങളും എവിടെയാ കണ്ടുമുട്ടിയത്? നിങ്ങൾ തന്നെയാണോ ആദ്യം നിങ്ങളുടെ ഇഷ്ടത്തെ അറിയിച്ചത്, അതോ എൻ്റെ മോള് പറഞ്ഞോ? അത് പിന്നെ അവരും ഞാൻ മീറ്റ് ചെയ്തത് ഒരു പബ്ബിൽ വെച്ചായിരുന്നു. ആഹാ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അവരുടെ ഇഷ്ടം എന്നോട് പറഞ്ഞു, എനിക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് പ്രണയിച്ച് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു. മനസ്സിലായി. ശരി, ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ നീ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന്? ഏയ്, നീ സൂപ്പറായിട്ട് അഭിനയിക്കുന്നുണ്ട്. അയ്യോ അങ്കിൾ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ, പക്ഷേ എന്ത് ചെയ്യാനാ, സിനിമയിലൊരു വലിയ ചാൻസ് കിട്ടുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളെപ്പോലത്തെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്നെ നല്ലോണം അഭിനയിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അങ്കിൾ. ആ. പക്ഷേ എനിക്ക് സന്തോഷമില്ലല്ലോ മോനെ. അങ്കിൾ, ഇപ്പൊ എന്തിനാ കരയുന്ന പോലെ അഭിനയിക്കുന്നേ? മോനെ, നിത്യ എൻ്റെ ഒറ്റ മോളാ. അവൾ എന്നോട് എന്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുവോ? എൻ്റെ മോൾക്ക് 30 വയസ്സായി മോനെ. അവളോട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷെ അവൾ പറ്റില്ല എന്നാ എന്നോട് പറഞ്ഞത്. നീ കല്യാണത്തിന് സമ്മതിച്ച എൻ്റെ സ്വത്തെല്ലാം നിന്റെ പേരിൽ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. നീ ഒരു കല്യാണം കഴിച്ച ഒരു കുടുംബമായി ജീവിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി അവളും അവളുടെ ഫ്രണ്ടും ചേർന്നിട്ട് ഇത്തരത്തിലുള്ളൊരു വലിയ ഡ്രാമ ചെയ്ത് വെച്ചിരിക്കുക മോനെ. വിജയ്, നിന്റെ അഭിനയം, നിന്റെ ടാലന്റ് എല്ലാം പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാഡം, ഞാൻ നല്ലോണം അഭിനയിക്കും മാഡം, എന്നെ വിശ്വസിക്കും. അത്ര നന്നായിട്ട് ഞങ്ങൾ അവർക്ക് റിഹേഴ്സൽ കൊടുത്തിട്ടാണ് അഭിനയിപ്പിക്കാൻ പോകുന്നത്. സോ നീയും കറക്റ്റായിട്ട് അഭിനയിച്ചാലുണ്ടല്ലോ, എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയുടെ പൂജ ആരംഭിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ തീർച്ചയായും മാഡം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ചോളാം. അതിന് നന്നായിട്ട് അഭിനയിക്കണം. അഭിനയിക്കോ? എനിക്ക് ചോറിനേക്കാളും വലുത് അഭിനയമാണ് മാഡം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല മാഡം. എന്ത് അഭിനയിക്കില്ലെന്നോ? ആ ക്യാരക്ടറായി എന്നെ ജീവിക്കുമെന്ന് പറഞ്ഞതാ. ഒരച്ഛൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായല്ലോ മോനെ. അല്ല സാറേ, എനിക്കിതൊന്നും അറിയില്ല സാറേ. എനിക്ക് അഭിനയിക്കാൻ ഒരു അവസരം തരാം, അതുകൊണ്ടൊരു റിഹേഴ്സൽ പോലെ നോക്കിയേക്കെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അതിൽ പോലും നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞേ.
നിങ്ങളുടെ മോളാണെന്നും പറഞ്ഞു സർ. പക്ഷെ ഇതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു സർ. സർ, ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചേക്ക് സർ. സാറേ, ചൂടുവെള്ളം ചോദിച്ചായിരുന്നില്ലേ? മോനെ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ഈ വീട്ടിലെ സാധാരണ ജോലിക്കാരിയാ. പക്ഷേ സാറ് എന്നെ സ്വന്തത്തെ പോലെയാ കരുതുന്നു. പക്ഷേ മോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അയ്യോ കനകാമേ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ വലിയൊരു സ്വപ്നത്തിന് വേണ്ടി ഇവിടെ വന്നത്. പക്ഷെ എന്നെ ഇങ്ങനെ പറ്റിക്കുന്നു ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. സാർ, അവരെന്നെ കാശിന് വേണ്ടി അഭിനയിക്കാന്ന് വിചാരിച്ചു അല്ലേ? ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് സർ. ഐ എം സോ സോറി സർ. ഞാനിനി ഇവിടെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പോവാണ് സർ. മോനെ, ഇരിക്കും മോനെ. നീ ഇങ്ങനെ വീട് വിട്ടുപോയാ എന്റെ മോൾക്ക് സംശയം വരില്ലേ? ഞാൻ എത്രയും വേഗം അവളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. എനിക്ക് വേണ്ടി ഞാൻ പറയുന്നവരെ നീ ഇവിടെ ഇരിക്കും മോനെ. ഞാൻ പറയുന്നത് വരെ നിങ്ങളൊന്ന് അഭിനയിക്കൂ മോനെ. ഇതാ നോക്കു മോനെ, നിന്റെ അഭിനയ മികവിന് ഒരു അവസരവുമായിരിക്കും എന്റെ മോളുടെ ജീവിതത്തിനും ഒരു കാര്യമുണ്ടാകും. സാറിന് എങ്ങനെ പറയുന്നത്? ശരി സാർ, ഞാൻ അഭിനയിക്കാം നിങ്ങൾക്ക് വേണ്ടി. ഡാ, എന്റെ ടവൽ യൂസ് ചെയ്യാൻ നിനക്ക് ആരാ പെർമിഷൻ തന്നേ? മാം, എൻ്റെ അടുത്ത് ഒരു ടവലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഇടുപ്പിൽ കെട്ടി. അകത്തൊരു ടവലുണ്ടായിരുന്നു. തല നനഞ്ഞിരിക്കില്ല, അതുകൊണ്ട് എടുത്ത് തോർത്തിപ്പോയി മാഡം. പക്ഷേ നിങ്ങളുടേതാണെന്ന് എനിക്ക് അറിയില്ല മാഡം. ഫൂൾ! ഇത് എന്റെ റൂം, എന്റെ ബാത്റൂം, എന്റെ ടവൽ അല്ലാണ്ട് വേറെ ആരുടെ ആയിരിക്കും? മര്യാദയ്ക്ക് അത് അലക്കി അയൺ ചെയ്ത് വെച്ചോ, മനസ്സിലായോ? ശരി മാഡം. അച്ഛാ, അച്ഛാ, സൂക്ഷിച്ച്. അച്ഛാ, എനിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണം. പറ മോളെ. ആ, അച്ഛൻ ആഗ്രഹിച്ച പോലെ എന്റെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോ സന്തോഷവതിയാ. ശരി. അച്ഛനിപ്പോ ഭയങ്കര സന്തോഷത്തിലാന്ന് അറിയാം. ഉം. അപ്പോ എപ്പോഴാ എനിക്ക് സ്വത്തൊക്കെ എഴുതി തരാൻ പോന്നെ? അഡ്വക്കേറ്റിനോട് സംസാരിച്ചോ അച്ഛാ? ഇല്ല മോളെ, സംസാരിക്കണം. പക്ഷെ അതിനുള്ളിൽ ഇത്ര തിടുക്കം എന്തിനാ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു. അതിന്റെ റീസണും പറഞ്ഞു. ഇപ്പൊ ഞാൻ എനിക്കായിട്ട് ഒരു ജീവിതം തുടങ്ങണ്ടേ? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. നീയും വിജയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ്. നിങ്ങളൊരു കുടുംബമായി മാറിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഞാൻ സമാധാനമായിട്ട് പോകുമല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഞാനും വിജയ് ഫാമിലി തന്നെയല്ലേ? അങ്ങനെയല്ല മോളെ. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാലല്ലേ നിങ്ങളൊരു കുടുംബമായി മാറുള്ളൂ. അതായത് ഫാമിലി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾ ന്യൂലി മാരീഡ് കപ്പിൾസ്. അച്ഛാ, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്തേ? നിങ്ങൾ പ്രണയിച്ചിട്ട് ഒരു കല്യാണം കഴിച്ചു, അതിനുശേഷം ഒരു അവകാശി. ഇതാണല്ലോ ശരി. അച്ഛാ, ഇല്ല, എനിക്ക് ബേബി ഒന്നും വേണ്ട അച്ഛാ. എന്തേ വേണ്ട? ഇതാണ് നിനക്ക് ശരിയായ വയസ്സ്. ഇപ്പൊ നീ കുഞ്ഞിനെ പ്രസവിച്ചാലേ ഫ്യൂച്ചറിൽ നീ കുട്ടിയെ നല്ല രീതിയിൽ നോക്കാൻ പറ്റൂ. ഓ ഗോഡ്, അച്ഛാ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളൊന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് വിജയും അത് തന്നെ ആഗ്രഹിക്കുന്നത്. ബട്ട് ഞാൻ പറയുന്നത് അനുസരിച്ചാ നീ ചോദിക്കുന്നതെല്ലാം കിട്ടും മോളെ. നോ നോ അച്ഛാ പ്ലീസ്. നോ മോളെ, ഇനി നീ സംസാരിക്കുന്നത് വേസ്റ്റാണ്. ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ പ്ലീസ്.
ഞാനൊന്ന് പ്ലാൻ ചെയ്ത എന്റെ അച്ഛൻ മറ്റൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ എന്താടി ചെയ്യാ? അവര് പറയുന്നത് ശരിയല്ലേ? എന്ത് ശരിയാണെന്ന് അഭിനയിക്കാൻ വന്നവന്റെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കാനാണോ പറയുന്നത്? ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ പറയുന്നത് കറക്റ്റ് അല്ലേ? എന്തുവാടി നീ ഈ പറയുന്നേ? അല്ലടി, എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയല്ലേ പറയും. ടെൻഷൻ പോരാഞ്ഞിട്ട് എന്റെ അച്ഛനാണെങ്കിൽ ആവശ്യമില്ലാത്ത ഓരോ പ്ലാനും ചെയ്തു വെച്ചിരിക്കുക. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയുമില്ല. നിനക്ക് വല്ല ഐഡിയയും തോന്നണ്ടെങ്കിൽ പറയടി. എന്താ നീയും കൂടെ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ? എന്തിനെല്ലാരും കൂടി എന്നെ ടെൻഷൻ ആക്കുന്നേ? ഭാഗ്യം വിജയ് ഇവിടെ അഭിനയിക്കാൻ വന്നതാണ് അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ. നിക്കടി, ആലോചിക്കാം. എന്തേലും നല്ല ഐഡിയ കിട്ടും. മാഡം, ഇതൊക്കെ അഭിനയമായിരുന്നു. അയ്യോ, അതൊന്നുമില്ല വിജയ്. ഇങ്ങോട്ട് വാ, നിങ്ങളോട് സംസാരിക്കണം. ഇനി സംസാരിക്കാൻ എന്താണ് ഉള്ളത് മാഡം? എനിക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ച് ഇവിടേക്ക് അഭിനയിക്കാൻ വിളിച്ചിരിക്കുകയാണല്ലേ? അത് പിന്നെ വിജയ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. ഇനി പറയാൻ എന്താ മാഡം ഉള്ളത്? എന്താ ഉള്ളത്? എനിക്ക് ചെറുപ്പം തൊട്ടേ അഭിനയിക്കാൻ ഇഷ്ടമാണ് മാഡം. അതുമാത്രമല്ല, എന്റെ കുടുംബമാണെങ്കിലും കഷ്ടത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അഭിനയിക്കാൻ സമ്മതിച്ചത്. പക്ഷെ ഇതൊരു നുണയായ ക്യാരക്ടറാണെന്ന് എനിക്ക് ഇപ്പോഴല്ല മനസ്സിലായത്. വിജയ്, കൂൾ കൂൾ. എനിക്ക് അറിയാവുന്ന ഒരാൾ പടം എടുക്കുന്നുണ്ട്. ആ മൂവിയിൽ നിനക്കൊരു നല്ല ക്യാരക്ടർ വാങ്ങിത്തരാം. എന്താ മാഡം ഇങ്ങനെയൊക്കെ? ഇതുപോലെയൊക്കെ പറഞ്ഞല്ലേ സിനിമയിൽ എല്ലാവരെയും പറ്റിക്കുന്നത്? ഇതുവരെ എന്നെ പറ്റിച്ചതൊക്കെ മതി. ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാണ്. പക്ഷെ ഒരു കാര്യം മാഡം, നിങ്ങൾ തരുന്ന കാശ് കൊണ്ട് എന്റെ കുടുംബം ജീവിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കാരണം എല്ലാം പോയി. അങ്ങനെ ഒന്നും തന്നെ ഇപ്പൊ പോയിട്ടില്ല. കുറച്ച് ദിവസത്തേക്കും കൂടെ ഞാൻ പറയുന്ന പോലെ നീ അഭിനയിച്ചാ ഇതുവരെ നിനക്ക് ജീവിതത്തിൽ കിട്ടാത്ത അത്രയും പണം ഞാൻ തന്നെ നിനക്ക് തരും. അതിന് കാശ് കൊടുത്തിന് വിലക്ക് വാങ്ങാൻ നോക്കുവാണല്ലേ മാഡം? ഞാൻ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാ. എന്റെ ടാലന്റ് പുറത്ത് കാണിക്കാൻ വിചാരിക്കുന്നവനാ. നിങ്ങൾക്ക് എന്നെ വിലക്ക് വാങ്ങാൻ കഴിയില്ല. ഏയ്, നീ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഇവിടെ കാശായെല്ലാം. കാശുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. യെസ്, മണി ഈസ് പവർ. ആ പവർ നമുക്കുണ്ടെങ്കിലേ ഇവിടെയുള്ള എന്തും നമുക്ക് മാറ്റാൻ പറ്റും. ആ പണം എന്റെ കയ്യിൽ എത്തിയാലുണ്ടല്ലോ, രേവതി എടുക്കാൻ പോകുന്ന പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞ കള്ളം അപ്പൊ സത്യമാവുമല്ലോ. അതിനുവേണ്ടി ഞാൻ തെറ്റായി അഭിനയിക്കണോ? ഡാ, നിനക്ക് നിന്റെ ഫാമിലിയുടെ അവസ്ഥ അറിയത്തില്ലേ? ഇനി കുറച്ച് നാളെ ഞങ്ങൾ പറയുന്ന പോലെ അഭിനയിച്ചാ നിനക്ക് കൈ നിറയെ കാശും കിട്ടും, മൂവിയിൽ ചാൻസും കിട്ടും. ഞങ്ങളെ വിശ്വസിക്കേ. ഇതാ നോക്ക്, നീ ഇത്രയും ആലോചിക്കേണ്ട ഒരു ആവശ്യവും. സേ യെസ് ഓർ നോ. എന്ത് ആലോചിക്കുന്നത്? ഇനിയിപ്പോ യെസ്. അച്ഛാ, അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം വിജയ്ക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെയോ? വളരെ സന്തോഷം മോളെ. എല്ലാം അച്ഛന് വേണ്ടി മാത്രമാ. അച്ഛൻ പറയുന്ന പോലെ ഒന്ന് ആലോചിച്ച് നോക്കി, ശരിയാണെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും എന്റെ മോള് എന്നെ അനുസരിക്കാൻ തുടങ്ങിയല്ലോ. വളരെ സന്തോഷം മോളെ. അച്ഛാ, ഞാൻ അച്ഛന്റെ മോളല്ലേ, എപ്പോഴും ഞാൻ അച്ഛൻ പറയുന്നേ കേക്കൂ. നീ ഇങ്ങനെ തന്നെ ഇരുന്നാ എനിക്ക് എന്ത് സന്തോഷാകും അറിയോ മോളെ? ശരി അച്ഛാ. അച്ഛൻ എപ്പോഴാ സ്വത്തൊക്കെ എന്റെ പേരിലേക്ക് മാറ്റാൻ പോകുന്നേ? എന്താ മോളെ പറയുന്നത്? പിന്നല്ലാണ്ട് അച്ഛനല്ലേ എന്നോട് പറഞ്ഞത് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ സ്വത്തൊക്കെ എന്റെ പേരിലേക്ക് മാറ്റി തരാന്ന്? അതെ, പറഞ്ഞു. അതിന് നിങ്ങൾ ജീവിതം തുടങ്ങണ്ടേ? അതെ അച്ഛാ, അച്ഛൻ എഴുതി തന്നാലല്ലേ ഞങ്ങക്ക് തുടങ്ങാൻ പറ്റൂ. ഇതെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചുവോ അതൊക്കെ അച്ഛന്റെ കൺമുമ്പിൽ നടന്നിരിക്കും. അതെങ്ങനെ നടക്കും മോളെ? എന്തുകൊണ്ട് നടക്കില്ല? നാളെ തന്നെ ഞാൻ എന്റെ കമ്പനിയും സ്വത്തും ഒക്കെ നിന്റെ പേരിൽ എഴുതി തരാം. പക്ഷെ ഞാൻ ചോദിച്ചത് എങ്ങനെ നിനക്ക് തരാൻ പറ്റും? നീയേ നടത്തുന്ന ഒരു നാടക കമ്പനി,
എന്താ മനസ്സിലായില്ലേ? എന്നെ അത്ര പെട്ടെന്ന് നീ വിഡ്ഢിയാക്കാന്ന് കരുതിയോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഭിനയിക്കാൻ വന്ന പയ്യനിൽ നിന്നും എങ്ങനെ നീ ഒരു കുട്ടിയെ ഉണ്ടാക്കുമെന്ന്. സാറേ, എന്താ ഇങ്ങനെയൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ദാ നോക്ക്, ഞാനും അച്ഛനോട് സംസാരിക്കാം. നിങ്ങൾ പോയിട്ട് പിന്നെ വാ. എന്താ ഇനിയും ഇതിൽ കൂടുതൽ എന്താ എന്നോട് പറയാൻ? നീ എന്താ പറയാൻ പോകുന്നതെന്ന് കനകത്തിനും അറിയാം. എന്താ മനസ്സിലായില്ലേ? ദാ നോക്ക്, ഒരച്ഛനെ എത്രത്തോളം വിഡ്ഢിയാക്കാമോ അതിൽ കൂടുതൽ നീ ചെയ്തിട്ടുണ്ട്. നീ അഭിനയിക്കുകയാണെന്ന് ഇവിടെയുള്ള ആർക്കും മനസ്സിലാവരുത്. അന്നത് കണ്ടിട്ട് എനിക്കൊരു ചെറിയ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേറൊരു ദിവസം അവൻ ശരിക്കും നല്ലൊരു ആക്ടറാണെടി. ഇതെല്ലാം എന്റെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കേട്ടതിന് ശേഷമാണ് നീ എന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാ ഞാനിത് കനകത്തിനോട് പറഞ്ഞത്. പക്ഷെ അവൾ നിനക്ക് വേണ്ടി എന്നോട് ശണ്ട കൂടി. ശരി, ഇത്രയൊക്കെ അറിഞ്ഞ നിനക്ക് ഇനിയൊരു കാര്യം അറിയോ? ആ പയ്യൻ അഭിനയിക്കാൻ വന്നതാന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഞാൻ ആ പയ്യനോട് തന്നെ ചോദിച്ചു. പാവം, അവനൊരു പാവം പിടിച്ച പയ്യൻ. അവന്റെ കുടുംബ കഷ്ടപ്പാടുകൾ നോക്കി നീ അവന് ദ്രോഹം ചെയ്തു. ആ പയ്യനോട് സംസാരിച്ചതിന് ശേഷം അവൻ നിനക്ക് വേണ്ടി അഭിനയിച്ചില്ല, എനിക്ക് വേണ്ടി അഭിനയിച്ചേ. എന്താ ആലോചിക്കുന്നേ? ഇന്ന് രാവിലെ തൊട്ടേ അവൻ ഈ വീട്ടിലുണ്ടാവാൻ വഴിയില്ലല്ലോ. നീ അവനെ വിഡ്ഢിയാക്കിയതിന് നീ അവൻ എന്ത് കൊടുക്കണമോ അത് കൊടുത്ത് ഞാൻ അവനെ പറഞ്ഞയച്ചു. പറയേ, നീ ചെയ്തതൊക്കെ ശരിയാണോ? അത് വേണ്ടരുത്. സ്വത്തിനു വേണ്ടി, പണത്തിനു വേണ്ടി സ്വന്തം അച്ഛനെ തന്നെ വിഡ്ഢിയാക്കി ചീറ്റ് ചെയ്തിരിക്കുക. നിന്റെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ എത്ര ബുദ്ധിമുട്ടി, എത്ര കഷ്ടപ്പെട്ട് വേറൊരു കല്യാണം പോലും കഴിക്കാതെ എങ്ങനെയാ നിന്നെ വളർത്തിയെന്നറിയോ? എനിക്ക് വരുന്ന ദേഷ്യത്തിനുണ്ടല്ലോ. ശരിയാ അച്ഛാ, ഞാൻ ചീറ്റ് ചെയ്തത് സത്യ. പക്ഷെ അതെനിക്ക് തെറ്റായിട്ട് തോന്നില്ല. ഓരോ തവണ കാശിന് വേണ്ടി അച്ഛന് മുമ്പേ കൈ നീട്ടി നിൽക്കുമ്പോ എനിക്ക് എത്രത്തോളം ഇൻസൾട്ട് ആയിരുന്നു എനിക്ക് അറിയൂ. ഇത്രയും കമ്പനിയും ഇത്രയും സ്വത്തും ഉണ്ടായിട്ടും എന്ത് പ്രയോജനം? എനിക്കായിട്ട് എന്താ ഉള്ളേ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുവേണ്ടി ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് വളരെ നിസ്സാരം പോലെയാണല്ലോ പറയുന്നത്. ഒക്കെ ശരിയാണ്, പക്ഷെ അതിന് കാരണക്കാരൻ അച്ഛൻ മാത്രമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത എന്നോട് നീ കല്യാണം കഴിച്ചാലേ സ്വത്ത് എഴുതി തരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞത് അച്ഛനല്ലേ? അതുകൊണ്ട് മാത്രം അത്രയും വലിയ ഡ്രാമ ഞാൻ കളിച്ചേ. ഓ, അപ്പൊ നീ ചെയ്തതൊക്കെ ശരിയാന്ന് പറയാണോ? അതൊന്നും എനിക്ക് അറിയില്ല അച്ഛാ. മോളെ, എനിക്ക് പണം വേണം. ഇപ്പൊ അച്ഛന്റെ തീരുമാനം എന്താ? പറ്റുമോ പറ്റില്ലേ? നീ എന്നെ ചീറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു പൈസ പോലും തരില്ല. അച്ഛാ, അച്ഛനുള്ളത് ഒരൊറ്റ മോളല്ലേ? ഈ വയസ്സാം കാലത്ത് ഇത്ര സ്വത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? നിത്യാമ്മേ, ഒന്ന് പതുക്കെ സംസാരിക്കൂ. സ്വത്ത് എഴുതി തരില്ല എന്ന് എന്തിനാ ഇത്ര വാശി കാണിക്കുന്നേ? എന്തിനാ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നേ? നിത്യാമ്മേ, മോളെ, എന്റെ ഒരേ ഒരു മോളായിട്ട് നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. അപ്പൊ എന്റെ അവസ്ഥയൊന്നും ആലോചിച്ചേ. അപ്പൊ പറ്റില്ല അല്ലേ? ഇനി എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാ. സാറേ, എന്താ ഇത്? നിത്യാമ്മ പോകുന്ന കണ്ടില്ലേ? എന്തിനാ ഇങ്ങനെ സംസാരിച്ചത്? മോളെ, നിത്യാമ്മേ, മോളെ, നിത്യാമ്മേ, 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 ഒന്ന് നിക്ക് മോളെ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകല്ലേ. അച്ഛൻ എന്തോ അറിയാതെ പറഞ്ഞതാ. ദയവ് ചെയ്ത് വീട്ടിൽ മര്യാദയ്ക്ക് എന്റെ ദേഹത്തുനിന്ന് കൈയെടുത്തോ, അല്ലെങ്കിൽ എന്റെ വാലിരിക്കുന്നത് നിങ്ങൾ കേൾക്കും. മോളെ, നിനക്ക് അനുകൂലമായിട്ടല്ലേ ഞാൻ പറഞ്ഞു. വാ മോളെ. നിങ്ങളെ കൂടെ കൂട്ടിച്ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്. മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് നോക്ക്, അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ദയവ് ചെയ്ത് അകത്തേക്ക് വാ. ഇത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്താ ഉള്ളേ? അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്കാണ് നാണക്കേട്. ഈ കമ്പനിയും ഈ സ്വത്തും ഇതൊക്കെ എന്റെ പേരിൽ എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് അറിയാം. ഞാൻ നോക്കിക്കോളാം. ആവശ്യമില്ലാതെ എന്നെ തടയാൻ നിൽക്കരുത്. പോവല്ലേ നിത്യാമ്മേ, 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 നിക്ക് നിത്യാമ്മേ, നിത്യാമ്മേ, നിത്യാമ്മേ. നിത്യ, എന്തു പറ്റി? ഇങ്ങനെ ദേഷ്യപ്പെട്ട് എങ്ങോട്ടാ പുറപ്പെട്ടു പോന്നെ? ഡോക്ടർ, ഇത് ഞങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആണ്. ഇതിൽ നിങ്ങൾ ആവശ്യമായിട്ട് ഇടപെടാൻ നിൽക്കരുത്. നിത്യ,
നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടറാ. കനക, നിങ്ങളെങ്കിലും എന്താ സംഭവിച്ചെന്ന് പറയേ. ഡോക്ടർ, അത് പിന്നെ ഉം? അത് സർ, നിത്യ, ഞാൻ നിങ്ങൾക്കൊരു ഫാമിലി ഡോക്ടർ മാത്രമല്ല, ഈ ഫാമിലിയിലെ ഒരു മെമ്പർ ആണെന്ന് കരുതി പറയുക. നിത്യ, നീ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ തന്നെ പറയൂ ഡോക്ടർ. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷവും ഒരച്ഛനായ എനിക്ക് ഇവൾ പറയുന്നതൊക്കെ കേൾക്കാൻ എങ്ങനെ പറ്റും? അത് ശരിയാ, പക്ഷെ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങളല്ലേ നിങ്ങളുടെ മോളെ പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തോണ്ടിരുന്നേ. അവൾ ഉടനെ മാരേജ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കമ്പനിയും പ്രോപ്പർട്ടീസും ഒക്കെ അവളുടെ പേരിൽ എഴുതി കൊടുക്കൂന്ന് പറഞ്ഞത്. ഇത് തെറ്റല്ലേ സർ? അങ്ങനെയല്ല ഡോക്ടർ, എന്റെ കാലശേഷം എല്ലാം അവൾക്ക് തന്നെയല്ലേ. പക്ഷേ ഒരച്ഛനായി ഞാൻ ജീവിക്കാത്ത ജീവിതം എന്റെ മോൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഇതൊരു തെറ്റാണോ? പറയൂ ഡോക്ടർ. നിങ്ങൾ പറയുന്നതും തെറ്റല്ല, നിത്യ പറയുന്നതും തെറ്റല്ല. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാ നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റിയാണ്. എന്താ ഡോക്ടർ ഈ പറയുന്നത്? യെസ്, സത്യമാണ് സർ പറയുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികള് എല്ലാരെയും അറിയിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്, ആരെയും അറിയിക്കാതെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പേരൻസ് ചില കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യാം, പക്ഷെ ഒന്നും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇത് തന്നെ ഞാനും പറഞ്ഞത്. ഉം. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഓരോ തവണയും കാശിന് വേണ്ടി കെഞ്ചാനുള്ള അവസ്ഥയിൽ എത്തിച്ചത് ഇദ്ദേഹം. അതിന് നീ ചെയ്തത് ഫോർജറിയാ. അച്ഛനും മോളും തമ്മിലിരുന്ന് സംസാരിച്ച് നല്ലൊരു തീരുമാനത്തിലെത്ത്. സർ, അയ്യോ, എന്ത് എന്ത് പറ്റി സാറേ? സാറിന് എന്താ പറ്റിയത്? സർ, എന്നെ കൊണ്ടാവുന്നില്ല ഡോക്ടർ. കനകെ, വേഗം ചെന്ന് വെള്ളം എടുത്തു. ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഇതാ ഡോക്ടർ. ദാ വെള്ളം കുടിക്കാം. പയ്യെ. സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ, ഇപ്പൊ വലിയ കുഴപ്പമില്ല ഡോക്ടർ. അവൾ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പൊ കല്യാണം കഴിച്ചാൽ മതി. ഞാനിപ്പോ തന്നെ എല്ലാ പ്രോപ്പർട്ടിയും അവളുടെ പേരിൽ എഴുതി വെച്ചേക്കാം. ഉം. എനിക്ക് ശേഷം എല്ലാം അവൾക്ക് തന്നെയല്ലേ. എനിക്കെന്റെ മോളുടെ സന്തോഷമാണ് മുഖ്യ ഡോക്ടർ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഇനിയെങ്കിലും രണ്ടാളും എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യും. ശരി സർ. ഇപ്പൊ വന്ന നെഞ്ചുവലി വലിയ കുഴപ്പമുള്ളതൊന്നും അല്ല. ആ, ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം. ആ. വേണ്ടാത്ത ടെൻഷൻസ് ഒന്നും വേണ്ട. ഉം. ഇപ്പൊ എനിക്കിതേ പറയാൻ പറ്റൂ. നോക്കിക്കോ നിത്യ, എന്നെങ്കിലും ഒരിക്കൽ എല്ലാ പ്രോപ്പർട്ടീസും നിന്റെ പേരിൽ കിട്ടും. പക്ഷേ നിന്റെ പേരിന്റെ കൂടെയുള്ള നിന്റെ അച്ഛന്റെ പേര് മാത്രമേ ഉണ്ടാവൂ. ബട്ട് നിന്റെ അച്ഛൻ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അച്ഛൻ ജീവിക്കുന്ന ഈ കുറച്ചു കാലമെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നോണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അദ്ദേഹം നിന്റെ അച്ഛനല്ലേ. അദ്ദേഹത്തിന് വേണ്ടി ഇത് ചെയ്യാൻ നോക്ക്. ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് അഡ്വൈസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് സർ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം എൻ്റെ മോളുടെ പേർക്ക് തന്നെ ആക്കിക്കോളൂ. എവിടെയൊക്കെ എൻ്റെ സിഗ്നേച്ചർ ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ സൈൻ ചെയ്തോളാം. ഒന്ന് വേഗം എല്ലാറ്റിനും ഏർപ്പാടാക്കൂ. താങ്ക് യു സർ. വെക്കട്ടെ. മോളെ, മോളെ, പോകല്ലേ നിത്യാമ്മേ, പോകല്ലേ. അച്ഛാ, സോറി അച്ഛാ. നീ എൻ്റെ മോളല്ലേടാ.
ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോ അച്ഛന് വിഷമായി കാണുമല്ലേ? ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. സോറി അച്ഛ. സാരമില്ല മോളെ, വാ.